പള്ളിമേടയിൽ എത്തിയ എന്നോട് പോൾ നിലയ്ക്കൽ പാതിരി ചെയ്തത് ഇരയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ITV ന്യൂസ് മലങ്കര കത്തോലിക്ക സഭയിലെ പത്തനംതിട്ട രൂപതയുടെ കീഴിലുള്ള മൈലപ്ര തിരുഹൃദയ ദേവാലയത്തിലെ മുൻ വികാരിയായിരുന്ന പോൾ നിലയ്ക്കൽ എന്ന ഒരു പാതിരിയെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു. ആ ഇടവകയിൽ കൂടി നടന്നിരുന്ന ഭർത്തൃമതിയായ ഒരു യുവതിയെ, കുംഭസാരത്തിനായി ചെന്ന യുവതിയെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ ആഭരണങ്ങളടക്കം ഊരി വാങ്ങുകയും ചെയ്ത ആ പാതിരിയുടെ പേരിൽ കേസ് കൊടുക്കുകയും ആ പാതിരിയെ സഭ സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റിലായ ആ പാതിരി ജാമ്യം നേടി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയുമാണ്. യാതൊരു കാരണവശാലും ഇനി ഈ പാതിരി വൈദിക വൃത്തിയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് സകലരും ആഗ്രഹിക്കുകയാണ്. സഭയുടെ ഭാഗത്തുനിന്നും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് സഭാ അധികൃതർക്ക് പരാതി നൽകിയ ആ യുവതി കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായപ്പോഴാണ് ആ യുവതി ITV ന്യൂസിനെ സമീപിക്കുന്നത്. അങ്ങനെ അവരുടെ കൃത്യമായ തെളിവുകളുടെ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ കേസ് പഠിക്കുകയും അതിൻ്റെ വിശദമായ വാർത്തകൾ ഞങ്ങൾ 2 എപ്പിസോഡുകളായി നൽകുകയും ചെയ്തപ്പോൾ ആദ്യ ദിവസം തന്നെ ആ വാർത്ത പുറത്തു വന്ന് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് അടിച്ച ആ വാർത്ത പിൻവലിപ്പിച്ചു. ഞങ്ങൾ ആ വാർത്ത വീണ്ടും നൽകുകയുണ്ടായി. പള്ളിമേട മണിയറയാക്കിയ പോൾ നിലയ്ക്കൽ പാതിരി എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു ആദ്യ വാർത്ത വന്നത്. അത് റിപ്പോർട്ട് അടിച്ച ആ വാർത്ത ഞങ്ങൾ വീണ്ടും നൽകിയിട്ടുണ്ട്. അതുപോലെ പള്ളിമേടയിലെ ബലാത്സംഗ വീരൻ ഇന്നലെ രാത്രി കാണിച്ചത് എന്ന തലക്കെട്ടോട് ഞങ്ങൾ 2ാമത്തെ വാർത്ത നൽകിയിരുന്നു. ഇന്ന് ആ ഇരയായ യുവതി തന്നെ ITV ന്യൂസിൽ എത്തിയിരിക്കുകയാണ്. ഈ പോൾ നിലയ്ക്കൽ പാതിരിയിൽ നിന്നും സഭയിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ എന്താണ് എന്ന് അവർ നേരിട്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഈ അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വരാനുള്ള കാരണം എന്താ? ഞാൻ നോർമലി ITV ന്യൂസിൻ്റെ ചാനൽ റെഗുലറായിട്ട് കാണുന്ന, പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെ എല്ലാ കേസുകളും എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ടായി. അതിനുശേഷം ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നതുകൊണ്ട് ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോയി. സഭയിലും പിന്നീട് നിയമപരമായിട്ടും എനിക്കൊരു അനുയോജ്യമായ നീതി ലഭിക്കുന്നില്ല, അല്ലെ ഉന്നതത്തിൽ നിന്നുള്ള ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു തീർച്ചയായിട്ടും. അപ്പം ഇതിപ്പം ഞാൻ പരാതി കൊടുത്തതുകൊണ്ട് ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും എന്നെ കുടുക്കി എങ്ങനെയെങ്കിലും അകത്താക്കുക എന്നുള്ളത് എതിർ കക്ഷിയുടെ ആവശ്യമാവുകയും ഗുരുതരമായ പല ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വരുന്നത്. നമുക്കുണ്ടായ ബുദ്ധിമുട്ട് സഭാ നേതൃത്വത്തെ അറിയിച്ചു. അതിനുശേഷം പോലീസിനെ അറിയിച്ചു. പോലീസിനെ അറിയിച്ചെങ്കിലും ഒരു നാമമാത്രമായ നടപടിയെടുത്ത് ഇവൻ വീണ്ടും പുറത്ത് വിഹരിക്കുകയും നമ്മൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി നമ്മളെ കൊടുക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ITV ന്യൂസിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ വരുന്നത്. അന്നേരം ഇപ്രകാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇപ്രകാരം ഒരു അഭിമുഖം നടത്തി ഈ കാര്യം പുറത്തുവിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ്. കാരണം വിശ്വാസത്തിൻ്റെ മറവിൽ ഈ നൈറ്റിധാരികൾ നടത്തുന്ന ഇവന്മാരുടെ തരികടകൾ പുറം ലോകം അറിയണം. ഇത് വിശ്വാസികൾ ജാഗരൂകരാകണം. ആർക്കും ഇതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു കാര്യങ്ങൾ പുറത്തുവിടുന്നത്. അല്ലാതെ ഇയാളുടെ സഭയെയോ ഇയാളുടെ പൗരോഹിത്യ നേതൃത്വത്തെയോ ഈ പാതിരിയെയോ നാണം കെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ഞങ്ങൾ ഇപ്രകാരം ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി സസൃദം കേൾക്കുക. ഈ ഒരു വൈദിക വേഷധാരി നടത്തുന്ന മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു വൈദികൻ, ഇവൻ വൈദികനാണോ എന്ന് പോലും നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തും. ഒന്ന് ഓർക്കുക, ഈ ക്രൈസ്തവ സഭകൾ എന്ന പേരിൽ നടത്തുന്ന ഈ മാമോൻ സഭകളുടെ പേരിൽ അതിൻ്റെ കൂതാശ പണിക്കാരന്മാർ, ഈ കൂതാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾ നടത്തുന്ന തെമ്മാടിത്തരങ്ങൾ ലോകം അറിയണം. അന്നേരം ഇപ്പോൾ ഇത് നമുക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നിതാ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു പറയുന്നത് രംഗത്തോട്ട് വന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ITV ന്യൂസിന്റെ തുടക്കത്തിൽ നിങ്ങൾക്കറിയാം, ഇത്തരത്തിലുള്ള പരാതിക്കാർ അല്ലെങ്കിൽ വിക്ടിംസ് യാതൊരു കാരണവശാലും പരാതിയുമായി മുന്നോട്ട് വരത്തില്ല. കാരണം ഇവന്മാർ വളരെ പ്രബലരാണ്. ഇവരെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളുണ്ട്,
പോലീസ് സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഇവന്മാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കത്തില്ല. പരാതിയുമായി വരുന്നവരെ നാണക്കെടുത്തുക, തീർക്കുക, അവർക്കെതിരെ പരാതി കൊടുത്ത് അവരെ നശിപ്പിക്കുക, അവരുടെ കുടുംബം നശിപ്പിക്കുക എന്ന ഒരു പണിയാണ് ഇവന്മാർ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കാലം മാറി. ഇത്തരം കൂദാശ കുർബാന തൊഴിലാളികളെ തെരുവിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഇവന്മാർക്കെതിരെ നിയമം കർശനമായി നടപടി എടുത്തു തുടങ്ങി എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഇറങ്ങിയാൽ നീതി കിട്ടും എന്നുറപ്പുള്ള സ്ത്രീജനങ്ങൾ മുന്നോട്ട് വന്നു തുടങ്ങി. അതുപോലൊരു സഹോദരിയാണെന്ന് എന്നോടൊപ്പം ഉള്ളത്. വളരെയേറെ പ്രതിസന്ധികൾ താണ്ടിയാണ് അവർ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ പാതിരിയുടെയും സഭയുടെയും ഇയാളുടെ അനുചരവൃന്ദന്മാരുടെയും എല്ലാം ഭീഷണിയും എല്ലാം ഉണ്ട്. പക്ഷേ ITV ന്യൂസിൽ ഇന്ന് വന്ന് മനസ്സ് തുറക്കുന്നതിന് കാരണം ഇനിയും ഇതുപോലൊരു അനുഭവം ആർക്കും ഉണ്ടാകരുത് എന്ന് കരുതിയാണ്. അതുകൊണ്ട് നിങ്ങൾ സശ്രദ്ധം ഈ അഭിമുഖം ശ്രദ്ധിക്കുക. ഈ പാതിരി നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വരുന്നത്? എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ? എൻ്റെ വീടിനടുത്തൊരു ദേവാലയം ഉണ്ടെങ്കിൽ അവിടെ ഡെയിലി മാസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഡെയിലി മാസ് പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു മനസ്സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി. അതെ, അത് നമ്മൾ കൂടുതലും ദൈവവിശ്വാസിയായി ജീവിച്ച ഒരാളാണ്. എനിക്ക് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് അവിടെ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് സാധനങ്ങളിലൂടെ കടന്നു വന്നു. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പവർ കൊണ്ട് മാത്രമാണ്. അപ്പം ഈ ഡെയിലി മാസിന് വേണ്ടി ഞാൻ വീടിനടുത്തു നിന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ളൊരു ദേവാലയത്തിലാണ് പോയിരുന്നത്. അവിടെ ഞാൻ 2019 ലാസ്റ്റ് ഏത് സഭയുടെ? മലങ്കര കാത്തോലിക് ദേവാലയമായിരുന്നു. അതെ, പത്തനംതിട്ട രൂപതയിലെ മലങ്കര കാത്തോലിക് പ്രശസ്തമായ ഒരു ദേവാലയമായിരുന്നു. അവിടെ 2019 മുതൽ ഞാൻ ഡെയിലി മാസിന് മോർണിംഗ് 6:30 പോകാറുണ്ട്. ഈ പറയുന്ന പോൾ നിലയ്ക്കൽ എന്ന് പറയുന്ന പുരോഹിതൻ 2021 ജൂലൈയിലാണ് അവിടെ ചാർജ് എടുക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ആ പള്ളിയിൽ പോകുമായിരുന്നു. തീർച്ചയായിട്ടും. ആ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോൾ നിലയ്ക്കൽ എന്ന് പറയുന്ന പാതിരി അവിടെ വികാരിയായി വരുന്നത്. അവിടെ വികാരിയായിട്ട് വന്നത്. ആ സമയത്ത് ഡെയിലി മാസ് കഴിഞ്ഞ് ഞാൻ കുറേ സമയം അവിടെ നിന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥനയായിട്ട് അങ്ങനെ അയാൾ വന്ന് എന്നോട് പരിചയപ്പെട്ടു. ഏത് വീട്ടിലെ ആ ഭവന സന്ദർശനമൊക്കെ നടത്തി കണ്ടില്ലല്ലോ, ഏത് കുടുംബത്തിലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന കാര്യമാണ്, എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ, ഒരുപാട് കരയുന്നേ ഞാൻ കാണാറുണ്ട്, വന്നേ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അതാണ് ആദ്യമായിട്ട് ഈ മനുഷ്യൻ എന്നോട്. അങ്ങനെ ഇങ്ങോട്ട് നമ്മളെ പള്ളിയിൽ ഇരുന്ന് നമ്മളോട് ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തു. നമ്മുടെ വിവരങ്ങൾ തിരക്കി കാര്യങ്ങൾ മനസ്സിലാക്കി. അതെ, വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടുകളും അവസ്ഥകളും എന്താണ്, വിഷമം എന്തൊക്കെയാണ് മുന്നോട്ട് എന്നുള്ളതും. എന്നിട്ട് ഇയാൾ നമ്പർ വാങ്ങിച്ചു. നമ്പർ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. കത്തോലിക്കയിലേക്ക് വിവാഹം ചെയ്തയച്ച ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് കർത്താവിൻ്റെ പ്രതിപുരുഷൻ എന്നാണ് നമ്മൾ പുരോഹിതന്മാരെ കാണുന്നത്. എൻ്റെ മാതാവൊക്കെ ഇപ്പോഴും പുരോഹിതൻ വീട്ടിൽ, മർത്തോമയിലാണ് അമ്മ, പുരോഹിതൻ വീട്ടിൽ വന്നാൽ അവരുടെ മുമ്പിൽ പ്രായം കൂടിയാണെങ്കിൽ പോലും ഇരിക്കത്തില്ല. അത്രയും ബഹുമാനത്തോടെ നമ്മൾ ഇവരെ കണ്ടിരുന്നത്. ഞാൻ ആ ഒരു ബഹുമാനവും സ്നേഹവുമേ ഇദ്ദേഹത്തിനോടും എല്ലാം സംസാരിച്ചു. ഇങ്ങനെയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാം, വിശുദ്ധ കുർബാന ഞാൻ ചൊല്ലിക്കോളാം. ഇതൊക്കെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്തിരുന്നത്. നമ്പർ വാങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഫസ്റ്റ് ടൈമായിട്ട് എന്നെ കോൾ ചെയ്തു, ഫോണിൽ വിളിക്കും. എൻ്റെ നമ്പർ, കോൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇയാൾ 2021 ജൂലൈയിൽ വന്ന ആളാണ്. സെപ്റ്റംബർ ആയപ്പോഴേക്കും ഇയാൾ ഫസ്റ്റ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും വിളിച്ചു. വീടിൻ്റെ ലൊക്കേഷന്, സ്ഥലം എവിടെ, ഞാനതൊരു കാഷ്വൽ ടോക്കായിട്ടേ ഞാൻ കരുതിയുള്ളൂ. എല്ലാ കാര്യങ്ങളും ചോദിച്ച് അയാൾ മനസ്സിലാക്കി. ഒരു കരുതലുള്ള ഒരു ഇടവകാരി എന്നാണ് നമ്മൾ കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അപ്പം നമുക്ക് വേണ്ടി ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. എൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കപ്പെടും, എനിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്നൊരു ചിന്തയാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് വരുന്നത്. അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ അതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമ്മൾ ഷെയർ ചെയ്യും, നമ്മളവരെ ട്രസ്റ്റ് ചെയ്യും. ആ ട്രസ്റ്റ് ചെയ്യുന്നത് ആ വിശുദ്ധ വസ്ത്രം കൊണ്ട്, അതിനുള്ളിലിരിക്കുന്ന മനുഷ്യനെ അല്ല, വസ്ത്രം മാത്രം. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് എല്ലാ ദിവസവും സ്ഥിരമായി രാവിലെ മാസിന് പോകാറുണ്ട്. കണ്ടില്ലെങ്കിൽ ഇയാൾ വിളിച്ചിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇന്ന് വരാഞ്ഞത് എന്നിങ്ങനെ ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് എന്നതിലേക്ക് വരുവാണെങ്കിൽ 2022 ജൂലൈയിലാണ്.
ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. എന്നെ ഈ പാതിരി വിളിച്ചോ, നമ്മളെ വിളിച്ചോ, അതോ ഞാൻ കുറേ ദിവസമായിട്ട് ഡെസ്പായിരുന്നു, കുറേ ദിവസമായിട്ട് വിശുദ്ധ കുർബാനയിൽ പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചിരുന്നു, അന്വേഷിച്ചു എന്തുകൊണ്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞു കുറേ ഇഷ്യൂസ് കൊണ്ടൊരു മാനസികമായിട്ടൊരു സുഖം തോന്നുന്നില്ല, കാരണം നമ്മളൊന്ന് ഫ്രഷായി രാവിലെ പോകുന്നത് തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ലൊരു കുമ്പസാരം നടത്തിയാൽ മതി. അപ്പോൾ ഒരു നല്ല പുരോഹിതൻ്റെ ഒരു അഡ്വൈസായിട്ടേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛാ ഒരു ദിവസം ഇറങ്ങാമെന്ന്. എനിക്ക് ഓർമ്മ ശരിയാണ് അന്നൊരു പബ്ലിക് ഹോളിഡേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളിൻ്റെ ലോക്കൽ മാനേജറായിട്ട് 8 വർഷത്തിലധികമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം പള്ളിയിലെ മാസ് കഴിയുമ്പോൾ തന്നെ സ്കൂളിലേക്ക് പോകും. അപ്പോൾ അന്ന് തലേന്ന് ഞാൻ വിളിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു നാളെ എന്തോ പബ്ലിക് ഹോളിഡേ ആണ്, എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല, നാളെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. അതുവരെ അപ്പം നല്ല രീതിയിൽ അതുവരെ വേറെ മോശമായിട്ടുള്ള ബിഹേവിയറോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. നല്ലൊരു പുരോഹിതൻ, നല്ലൊരു സുഹൃത്തെന്ന രീതിയിലാണ് സംസാരിച്ചത്. കാരണം എൻ്റെ ഫാമിലിയിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇദ്ദേഹം അപ്രോച്ച് ചെയ്യാനാണോ എന്തോ ഇദ്ദേഹത്തിൻ്റെയും വീട്ടിലെയും പേഴ്സണലി പൗരോഹിത്യത്തിലേക്ക് വന്നു പെട്ടുപോയതാണ്. എന്നോടായിട്ട് പറഞ്ഞതല്ല എങ്കിൽ പോലും ക്യാഷ്വൽ ടോക്കിൽ അമ്മയുടെ കാലം വരെ ഈ പൗരോഹിത്യത്തിൽ ഞാൻ നിൽക്കത്തുള്ളൂ, പൗരോഹിത്യം ഒരു ശാപമാണ്. അപ്പം ഞാൻ ചോദിച്ചു അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അന്നേരം പറഞ്ഞു വീട്ടിലെ അന്നത്തെ അവസ്ഥ കൊണ്ട് വീട്ടുകാർ നേർച്ച ചേർന്ന് എന്നെ പാതിരിയാക്കിയതാണ്, അതുകൊണ്ട് അമ്മയുടെ കാലം വരെ നിൽക്കും, പിന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് പുറത്തിയാടും അന്ന് നമുക്കൊരു മെസ്സേജ് തന്നു. അതെ, അന്ന് അതിന്റെ റെക്കോർഡിങ് ഉണ്ട്. അന്നേരം ക്യാഷ്വൽ ഓക്കെ ഒരു അച്ഛൻ പറയുന്നത്. അപ്പൊ നമുക്കും ഒരു സിമ്പതിയെ തോന്നിയുള്ളൂ, അയ്യോ ഇത് അമ്മയ്ക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു നാണംകേടാകും. ഇയാൾ പല പ്രാവശ്യം പറയുന്നുണ്ട് പൗരോഹിത്യം എനിക്കിതാണ്. അതൊരു ക്യാഷ്വൽ ടോക്കായിട്ട് സംസാരിച്ചു പോയിന്നേ ഉള്ളൂ. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ കുമ്പസാരത്തിന് പോയിരുന്നു. ഞാൻ ചെന്നപ്പോൾ ലോഹയല്ല, നോർമൽ ഡ്രസ്സിലായിരുന്നു, ടീഷർട്ടും മുണ്ടും ഉടുത്ത് ഇയാൾ കുമ്പസാരിപ്പിച്ചു. അതെ, ഇവിടെ മേടയിൽ എന്ന് പറഞ്ഞാൽ പള്ളിയോട് ചേർന്ന് വേറെ എന്തെങ്കിലും സഭയുടെ അംശവസ്ത്രങ്ങൾ ഒന്നുമില്ല. അത് കുമ്പസരിക്കുന്ന സമയത്ത് കഴുത്തിലിടുന്ന, അതെ എനിക്ക് അതിന്റെ പേര് അത് ഇട്ടിരുന്നു. അത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് മുണ്ടും ടീഷർട്ടും ഇട്ട് കഴുത്താൽ ഇവന്മാർ കുമ്പസാരിപ്പിക്ക് ഇടുന്ന സാധനം ഇട്ട് ഒരു ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇത് ചെയ്യായിരുന്നു. നോർമലി ഞാൻ മർത്തോമേതിലായതുകൊണ്ട് എനിക്ക് എന്റെ കുമ്പസാരം അത്ര ഇതായിട്ടല്ല. ഞാൻ നോർമലി കുമ്പസരിക്കുന്നത് ഇവിടെ ഒരു ദേവാലയമുണ്ട്, അവിടെ ഞാൻ കുറെ നേരം പോയിരുന്ന ഒരു പേപ്പറിലൊക്കെ എഴുതിയെടുത്തിട്ട് അവിടുത്തെ അച്ഛനോട് പോയി ഇത് വായിക്കുക, അങ്ങനെയൊക്കെ ഞാൻ മറന്നുപോകും. കാരണം എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ് കുമ്പസാരം എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞ് കുമ്പസരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം ടേബിളിന് അപ്പുറത്തായിരുന്നു. ഇദ്ദേഹം അവിടെ നിന്ന് എണ്ണീറ്റ് ഈ കഴുത്തിലിരിക്കുന്ന ഇത് ടേബിളിൽ വെച്ചിട്ട് എൻ്റെ ഓപ്പോസിറ്റ് വന്നു. ഞാൻ ആ ടേബിളായിരുന്നു കരഞ്ഞുകൊണ്ടപ്പം തല താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്ന പോലെ തോളത്ത് തട്ടുകയും ജസ്റ്റ് ഹഗ് ചെയ്തു. പെട്ടെന്ന് ഞാൻ പറഞ്ഞ മാറി നിൽക്കുമെന്ന് പറഞ്ഞപ്പോഴേ അന്നേരമാണ് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തത്. അതായത് നമ്മുടെ ഒന്ന് ഹഗ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് റെസിസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പുള്ളി നമ്മളോട് കൂടുതൽ ബലം പ്രയോഗിച്ചു. ഈ ഇൻസിഡന്റ് നമ്മൾ ആരോടും പറഞ്ഞില്ലേ? ഇല്ല, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എനിക്കിതുകൂടെ പറഞ്ഞാൽ സാറേ, ഞാനിത് പറയുമ്പോൾ ഉണ്ടാകുന്ന റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സ് അല്ലെ ഒരു സോഷ്യൽ ഇതിൽ വരുന്ന നമ്മളെ ഇല്ലാണ്ടാക്കുക. ഇപ്പൊ പല ആൾക്കാരും വരാത്തത് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ആഗ്രഹിച്ചിരിക്കാം ഇയാൾ ഒരു നല്ല മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് ഇന്നത്തെ സ്റ്റേജിൽ നല്ല ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഇയാൾ നമുക്കൊരു സഹായകനാകും, അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്താവും എന്ന് മേ ബി കരുതിയിട്ടുണ്ടാവാം. പിന്നീട് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി. നമ്മളത് ആരോടും പറഞ്ഞില്ല. വീണ്ടും തുടർന്നു. ഏറ്റവും വലിയ തെറ്റാണ്. അന്നേരം അയാള് അതിലെന്തെങ്കിലും റിഗ്രറ്റ് കാണിക്കുമോ, ക്ഷമ ചോദിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു? എന്റെ കാലെ പിടിച്ച് കരഞ്ഞു, ഒരുപാട് ക്ഷമ ചോദിച്ചു. അങ്ങനെ സംഭവിച്ചു പോയത് ആരോടും പറയരുത് ഇതെന്ന് പറഞ്ഞു, പറയരുത് നമ്മളോട് പറഞ്ഞു. അതെ, പറയരുതെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ഭീഷണി സ്വരമായിരുന്നോ അതോ അപേക്ഷയായിരുന്നോ? അയാളുടെ എന്റെ മാനം കളയല്, ഞാൻ പാതിരിയാണ്, ഈ കൂദാശ കച്ചവടത്തിന് പോകണമെന്നുണ്ട്, എന്റെ മാനം കളഞ്ഞാൽ എനിക്കിത് കളഞ്ഞിട്ട് പോകേണ്ടി വരും എന്ന് നമ്മളോട് ഒരു അപേക്ഷയായിരുന്നു. ആ സമയത്ത് ഒരു ത്രട്ടനിങ്ങോ
ഒന്നും ആയിരുന്നില്ല. ഇല്ല, ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പാനിക്കായി, എന്താ ചെയ്യേണ്ടി, ആരോട് പറയണമെന്നുള്ളത്. ഞാനിത് കുറേ കാലത്തിന് ശേഷം എൻ്റെ ലോക്കൽ ഗാർഡിയനോടാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഇന്ന് ഇവിടുന്ന് അന്ന് പോകില്ലായിരുന്നു എന്ന്. പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ചത്, ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന് ഞാൻ വിചാരിച്ചത്, ഞാനിത് പറയുമ്പം ഞാനായിരിക്കും തെറ്റുകാരി. അങ്ങനെയാണ് ഇപ്പോഴും പല. നീ എന്തിനാ അങ്ങോട്ട് ചെന്നെന്ന് സ്വാഭാവികമായിട്ട് ആരും ചോദിക്കും, ഇപ്പോഴും അത് ചോദിക്കുന്നു. ഈ പ്രശ്നങ്ങൾ പുറത്തു വന്നപ്പോൾ അവിടെയുള്ള പല മെമ്പേഴ്സും ചോദിക്കുന്നു, നീ എന്തിനാ ആ പള്ളിയിൽ വന്നത്? ഞാൻ ചോദിക്കുന്നത്, ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ്. ഞാൻ സഭയുടെ എല്ലാ കൂദാശയും ചട്ടങ്ങളുമായിട്ട് കുമ്പസാരവും വിശുദ്ധ കുർബാനയും, എനിക്ക് ഏത് കത്തോലിക്ക ഇതിലും പോകാൻ, ഞാൻ ഇനി മുന്നോട്ടും കത്തോലിക്ക വിശ്വാസിയായിട്ട് തന്നെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഏത് പള്ളിയിൽ പോകണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. എന്താ ഈ ഘട്ടത്തിൽ ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പം സഹോദരി പറഞ്ഞതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതരം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചോളം എന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഫാമിലിയിൽ ഒറ്റപ്പെടുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വളർന്നു വന്നൊരു സാഹചര്യം, അവരുടെ ഒരു കുടുംബ പശ്ചാത്തലം ഒരു പള്ളിയോട് ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥനയുമായി ഒക്കെ ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു ശൈലിയിലാണ് വന്നതെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പള്ളിയോടും പട്ടക്കാരോടും അടുക്കുവാൻ ശ്രമിക്കും. കാരണം അവിടെ പോയി മനസ്സ് തുറന്നാൽ, പ്രാർത്ഥിച്ചാൽ തങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടുമെന്നും നാളെ ഇതിനൊരു മാറ്റമൊക്കെ ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ഒക്കെ ചെയ്യും. അന്നേരം അപ്രകാരം പോകുന്നവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അവരെ വളർത്തി വിട്ടത് അതുപോലാണ്. സഹോദരി പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായ ഇവന്മാരെ, ഈ ലോകത്തൊഴിലാളികളെ കാണുന്നവർ പള്ളിയിൽ എന്തോ പവിത്രമായ സ്ഥലമാണെന്ന് പറഞ്ഞ് ചെല്ലും. അവിടെ ഈ വേഷം കെട്ടി നിൽക്കുന്ന ഇവന്മാർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് അവർ കരുതും. അവരുടെ സങ്കടങ്ങൾ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അവർ അവരോട് പങ്കുവെക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഈ ചെന്നായ്ക്കൾ, ഈ ചെലന്തി വലകെട്ടി പോലിരിക്കുന്ന ഈ കുർബാന തൊഴിലാളികൾ, ഈ ഓരോരുത്തരെ ആളും തരവും മനസ്സിലാക്കി എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമെന്ന് യുവന്മാർ മനസ്സിലാക്കി അവരെ ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യാമോ ചൂഷണം ചെയ്യും. അന്നേരം അതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളോ പ്രകാശങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ പള്ളിയിലേക്കോ ഈ പാതിരി പാമ്പുകളുടെ അടുത്തേക്കോ പോകാതിരിക്കുക. ഇവന്മാർ ചെന്നായ്ക്കളാണ്, വേഷം കെട്ടിയിരിക്കുന്നവന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം ഈ സഹോദരയുടെ ഈ അനുഭവത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇവൻ്റെ യഥാർത്ഥം ഈ പൗരോഹിത്യ നാമധാരിയുടെ, ഈ വേഷധാരിയുടെ, ഇവൻ്റെ കന്നന്തിരിവുകൾ, വിശദാംശങ്ങൾ നമുക്കിനി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. സഹോദരി തുടർന്നാലും പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് ഞാൻ കുറച്ച് ദിവസം പള്ളിയിൽ പോയില്ല. പക്ഷെ ഇയാൾ കണ്ടിന്യൂസ് വിളിക്കുമായിരുന്നു. ഇയാൾക്ക് പേടിയായിരുന്നു പറയുമോ എന്നുള്ളത്. കാരണം ഇയാളുടെ വിക്ടിംസ് ആയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കൂടുതലും വിഡോസ്. അന്നേരം ഇയാൾക്ക് ഇത് ഇയാളുടെ ഒരു ബിസിനസ്സാണ്, നമ്മുടെ അടുത്ത് മാത്രമല്ല. അന്നേരം ഇടവകളിൽ വരുന്ന ഏതൊക്കെ തരത്തിലെ ആളുകളെയാണ് ഇയാളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്? ആരും സഹായിക്കാനില്ല, നിസ്സഹായരായവർ. കാരണം ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചും, എന്നെ ഇപ്പം ദൈവം ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് മുന്നോട്ട് എനിക്കിതിൽ നിന്നും ഞാൻ ഒരുപാട് അപമാനിക്കപ്പെടുന്നു അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് നീതിയൊന്നും ലഭിക്കുന്നില്ല. ഇത് മുന്നോട്ട് ഒരാൾക്ക്, ഇയാളൊരു പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ഇയാൾ എനിക്ക് നന്നാക്കാനോ വേറൊന്നിനോ അല്ല. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ദൈവം കഴിഞ്ഞ പുരോഹിതൻ എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം ചൂഷണം ചെയ്ത് ഇനിയും മുന്നോട്ട് എന്നെ പോലെ ട്രാപ്പിലായി പോകരുത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ ലൈഫ്, എൻ്റെ കുടുംബം കംപ്ലീറ്റ് എനിക്ക് ലോസ്റ്റായി. ഞാൻ സാറിനോട് ഇത് സംസാരിക്കാൻ വരുമ്പോൾ പോലും, അല്ലെങ്കിൽ ഞാനിത് പരാതിയിലോട്ട് മുന്നോട്ട് പോകുമ്പോഴും എനിക്കറിയാം ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെടുമെന്ന്. എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ, നീ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, അന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ തന്നെയല്ലേ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ ഒരു ഇത് കണ്ടു. മാഡം ഇതുപോലത്തെ ഒരു കേസ് മകനോട് വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു ടൈമിൽ പറയാത്തതെന്ന്. അപ്പം മകൻ പറഞ്ഞൊരിത്, അമ്മ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും അവർ പറയാനെടുക്കുന്ന ഒരു ടൈമും എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഇന്നൊരു ഇൻസിഡൻറ്റ് നടന്നു, നാളെ രാവിലെ ഒന്ന് പറയാനും വേണ്ടി ഒന്നും ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് മറ്റുള്ളവരെ പേടിയായിരുന്നു, അവരെന്തു പറയും, അല്ലെ എന്നെ കുറ്റം പറയോ. ഇപ്പം ഞാനിത് പറയുമ്പോഴും അവർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഞാൻ കുമ്പസാരമൊന്നൊരിതിനാണ് പോയത്. എനിക്ക് അച്ഛനെ വിശ്വാസമായിരുന്നു, അദ്ദേഹം അങ്ങനെ ചെയ്യും പെരുമാറുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതല്ല. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ മേടയുടെ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അദ്ദേഹം അന്നത് പറയാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത്രമാത്രം ക്ഷമ ചോദിക്കുകയും കാലിൽ പിടിച്ച് ഒരുപാട്, ഞാനന്ന് അവിടെ വന്നതും ഇതും എല്ലാം അവിടുത്തെ CCTVയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
കാണാൻ പറ്റും. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബ പശ്ചാത്തലം അതല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ ഇപ്രകാരം ഒരു കാര്യം നമ്മളത് പറഞ്ഞാൽ നമ്മളത് തന്നെ ക്രൂശിക്കപ്പെടത്തുള്ളൂ എന്നൊക്കെയുള്ള അങ്ങനെ ആകെ പേടിച്ചാണെന്ന് നമ്മൾ പറയായിരുന്നത്. പിന്നീട് വീണ്ടും ഇത് എന്തൊക്കെ ബുദ്ധിമുട്ട് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് ചുരുക്കി പറയാമോ? പിന്നീട് ഹസ്ബൻഡുമായിട്ട് ഇച്ചിരി കുടുംബ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം മടങ്ങി വന്നപ്പോൾ ഇയാള് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ 43 പ്രാവശ്യം വരെ കോള് വിളിക്കും, എടുക്കുന്നിടം വരെ. കാരണം എന്നെ ഫ്യൂച്ചറിൽ ഒരു ഗുഡ് ലൈഫായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സ്റ്റേജ് എൻ്റെ ഭർത്താവിനോട് ഞാനിത് പറയും. പിന്നീട് എനിക്ക് ഭയങ്കര ഒരു ഷോക്കായ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇതിൻ്റെ പേഴ്സണൽ മൊമെന്റ്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടാ സാറേ പറയുന്നേ, എന്നെ അങ്ങനെ പറയാനും സഹായിക്കാനും. അപ്പം തിരിച്ചു വന്ന ആളെ, അതായത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഇതിനു ശേഷവും ഇയാൾ നമ്മളെ ഇമോഷണലി പിന്തുടർന്ന് അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നു എന്ന് കരുതി കുരുകയും ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് പോകും, ഇയാൾക്ക് നഷ്ടപ്പെടും എന്നൊരു തോന്നൽ വന്നപ്പോൾ മുതലാണ് ഇയാൾ ഇത്തരം പരിപാടികൾ കാണിച്ചു തുടങ്ങിയത് അല്ലേ? അതെ, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, ടോർച്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ലൊരു തികഞ്ഞ മദ്യപാനിയാണ്. ഞാനത് അതെ, കാരണം വാട്സപ്പില് ഇയാള് മദ്യപിച്ച് കുപ്പികള് മദ്യം ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇയാളുടെ ഫോൺ നമ്പറിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പറിലേക്കുള്ള വാട്സപ്പിലെ ഫോട്ടോസ് ഇയാൾ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ബിഷപ്പ് ഹൗസിൽ കാണിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ മദ്യപിച്ചിട്ട് ഞാൻ മദ്യപിച്ചിരിക്കുകയാണെന്ന് പറയുന്ന വോയിസ് ഉണ്ട് സാറിനെ, ഞാനത് കേൾപ്പിച്ചു. മദ്യപിച്ചിട്ട് ഒരുപാട് അശ്ലീലവും തെറികളും വിളിക്കുന്നതുണ്ട്. അത് മാത്രമല്ല, അന്നത്തെ വിശുദ്ധ കൂദാശയായ കുമ്പസാരത്തിനും മദ്യപിച്ചിട്ടാണ്. ഇയാളുടെ പല ഇതിലും ഇയാളെ കുർബാന കയറുന്നതും അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇയാളുടെ ഒരു യൂട്യൂബിൽ ഒരു കട്ട് പരിഹാര പ്രാർത്ഥനയിൽ താഴെ, ഞാൻ പേര് പറയുന്നില്ല, ഒരു സഹോദരൻ ഇട്ടിട്ടുണ്ട്. രാത്രികാലം മുഴുവനും മദ്യപിക്കും, രാവിലെ കയറി കുർബാന ചൊല്ലുവന്ന്. ഇപ്പോഴിട്ടിരിക്കുന്നതല്ല, ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക്, 5 അല്ല അതിൽ കൂടുതൽ വർഷങ്ങൾക്കായി ഈ കേസ് വന്നതിന് ശേഷം അദ്ദേഹം കമന്റ് ബോക്സ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ്. പക്ഷേ ഞങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സ്ത്രീയും ഈ പാപപരിഹാര പ്രാർത്ഥനയുടെ താഴെ, അച്ഛാ താങ്കൾ എത്ര പാപപരിഹാര പ്രാർത്ഥന ചെയ്താലും താൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ മായ്ക്കയില്ല എന്ന് ഒരു പെൺകുട്ടിയാണ്. അപ്പം ഞാൻ ഇത് കണ്ടപ്പം അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, എനിക്കറിയില്ല ഇത്, കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വന്ന ഒരാൾ എഴുതണമെങ്കിൽ അതൊരു അനുഭവത്തിൽ നിന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് ഇപ്പം നമുക്ക് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ നമ്മളോട് കാണിച്ച മ്ലേച്ഛതകളും ക്രൂരതകളും എല്ലാം ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ഇയാൾ എന്തൊക്കെ തരത്തിൽ നമ്മൾ ഉപയോഗിച്ചു? ഇതൊരു കേസിലേക്ക് പോകാനും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ കേസ് കൊടുത്തു, അതിൻ്റെ പേരിൽ FIR ഇട്ടു, ഇയാൾ ഇപ്പോൾ ജാമ്യത്തിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സഭ ഇതെല്ലാം ഒതുക്കി തീർത്ത് പരമാവധി ഇത് മാധ്യമങ്ങളിലൊക്കെ വരാതെ അയാളെ സംരക്ഷിച്ചു കൊണ്ടുപോവാണ്. ഇപ്പൊ അയാൾക്ക് കുർബാനയ്ക്ക് പള്ളിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ അയാൾ ഇപ്പോഴും മലങ്കര കത്തോലിക്ക സഭയിലെ പാതിരിയാണ്, അതെ. അന്നേരം ആ സാഹചര്യത്തിൽ ഇവൻ കാണിച്ചേക്കുന്ന ഈ മ്ലേച്ഛതകളെല്ലാം ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ഇയാൾ ഇതുപോലെ രാത്രികാലം ആകുമ്പോൾ സ്ഥിരമായിട്ട് ഫോൺ വിളിച്ചിട്ട് ഇപ്പം ചോദിക്കും, ഫോൺ എന്തിനാ എടുക്കുന്നേ, ബ്ലോക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മൾ തന്നെ താമസിക്കുന്നിടത്തോട്ട് അല്ലെ നമ്മുടെ ഹസ്ബൻഡ് വരുമ്പോൾ സ്ഥിരമായിട്ട് റോഡിൽ വന്ന് ഹോൺ അടിക്കുക, അല്ലെ കണ്ടിന്യൂസ് നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്നൊരവസ്ഥയാണ്. നമുക്കത് ആരോടും പറയാൻ പറ്റില്ല. അല്ലെ നമ്മളെ പ്രീ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരാളായിരിക്കണം. എന്നെപ്പോലൊരു വ്യക്തിയെ ഇപ്പം എനിക്ക് മനസ്സിലായി, എന്തുണ്ടെങ്കിലും നമ്മൾ അവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് നോക്കാതെ നഷ്ടങ്ങൾ എപ്പോഴും നമുക്ക് മാത്രം നമ്മളങ്ങ് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഉണ്ടാകുന്നതൊന്നും സാരയില്ലെന്ന്. കാരണം ഇയാൾ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. ആ പള്ളിയിൽ ഒരു കൺവെൻഷൻ സെന്ററും പാഴ്സണേജും പണിത് ആ പള്ളിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും അറിയാം, പള്ളിയിൽ ഇൻട്രസ്റ്റ്, ബാങ്കിലെ ഇൻട്രസ്റ്റ് രീതിയിൽ കൊടുക്കുന്ന രീതിയിലേക്ക് പള്ളിയിലുള്ള മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് പണവും ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട്. രജിസ്റ്ററിൽ എഴുതും, കാലാവധി ആകുമ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് കൊടുക്കും. നമ്മുടെ എത്ര ലക്ഷം രൂപ മേടിച്ചു? 4 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. 4 ലക്ഷം രൂപയും പിന്നെ വേറെ സ്വർണ്ണമായിട്ട് വാങ്ങിയിട്ടുണ്ട്. സ്വർണ്ണം വാങ്ങിയിട്ടുണ്ട്, 3 വള ഏകദേശം
6 പവൻ വരുന്ന 3 വള 6 പവൻ വരുന്ന സ്വർണവും 4 ലക്ഷം രൂപയും ഇയാള് എന്താവശ്യം പറഞ്ഞ ഇയാൾ മേടിച്ചേക്കുന്നത്? ഓഡിറ്റോറിയത്തിന്റെ ഇതിനു വേണ്ടിയാണ്. അപ്പം സാധാരണ രീതി അത് റെസിപ്റ്റ് തരേണ്ടതാണ്, എനിക്ക് തന്നിരുന്നില്ല, എന്റെ കയ്യിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇയാൾ ഇവിടുന്ന് ഇത് പള്ളിയുടെ ഏതെങ്കിലും രജിസ്റ്ററിലോ രേഖകളിലോ ഇയാൾ അവിടുന്ന് പോയതിനു ശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ അത് എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചോദിച്ചപ്പോഴും ഇയാൾ എന്നോട് പറഞ്ഞത് കാലാവധി ആകുമ്പോൾ ഞാൻ തരില്ലെന്നോ അങ്ങനെ ഒരു ഇതോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു വിശ്വാസം ഒന്നും തോന്നിയില്ല. കാരണം എല്ലാവരും ആ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ രജിസ്റ്ററിലൊന്നും പോയി നോക്കിയിട്ടില്ല. എനിക്ക് അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനെ ഒന്നും വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ഈ പണി ഇടയ്ക്ക് ഇച്ചിരി ഡ്രോപ്പ് ആയി നിന്ന സമയത്ത് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം എല്ലായിടത്തും നിന്നും വാങ്ങിയിട്ടാണ് കവർ ചെയ്തിരുന്നത്. ഇയാൾ അങ്ങനെ സാമ്പത്തികമായി നമ്മുടെ മേടിച്ചിട്ടുണ്ട്. പിന്നീട് അല്ലാത്ത തരത്തിൽ ഇയാൾ എന്തൊക്കെ ചൂഷണങ്ങൾ നമ്മളുടെ അടുത്ത് സാമ്പത്തികമായിട്ടും ഈ ഗോൾഡിന്റെ ഇതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾ ഈ പറഞ്ഞല്ലോ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക. അതായത് നമ്മളുടെ പ്രൈവറ്റ് മൊമെന്റ്സിന്റെ ഫോട്ടോസ് നമ്മൾ അറിയാതെ ഇയാൾ എടുത്തിട്ടുണ്ട്. എന്തേലും പറയുമ്പോൾ മറ്റച്ഛന്മാർക്ക് അയച്ചു കൊടുക്കും, ഫോൺ നമ്പർ കൊടുക്കും. സാറൊന്ന് ആലോചിച്ച് നോക്കി, എന്നെ പോലെ ഒരു ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവർ പറയും, മറ്റുള്ളവർ പറയും എന്താ അവൾ തെറ്റ് ഇത് ചെയ്തോണ്ട്. ഇപ്പം ഇയാളുടെ ഞാൻ അത് പറയുമെന്നായി അല്ലെ പൈസ ചോദിക്കാൻ തൊട്ട് ഇയാൾ എന്നെ നിരന്തരമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. അടിച്ചതിന്റെ ഫോട്ടോസ് സഹിതം ഞാൻ പേരെടുത്ത് തന്നെ പറയുകയാണ്. അവിടെ ഒരു എന്നെ ഒരുപാട് പ്രാർത്ഥനയിൽ സഹായിച്ചിട്ടുള്ള ഒരു വിശുദ്ധ പുരോഹിതൻ അച്ഛനോട് ഞാൻ ഈ ഫോട്ടോയും ഡീറ്റെയിൽസും സഹിതം അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു എന്താണെന്ന്. അപ്പം നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്നേരവും അവർ പറഞ്ഞത് അച്ഛൻ കാണിച്ചത് തെറ്റാണ്. കാരണം പട്ടംകൊടയുടെ സമയത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിന്നെ ശപിക്കുന്നവരെ പോലും നീ തിരിച്ച് ശപിക്കരുത്, ഉപദ്രവിക്കരുത്, മുന്നിലിരിക്കുന്ന ഒരാളുടെ മേലും കാലോ കയ്യോ പൊക്കരുതെന്ന്. 3 പ്രാവശ്യം ഇയാൾ എന്നെ ശാരീരികമായിട്ട് മർദ്ദിച്ചു. ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പുള്ളതാണ്. അപ്പം ഇവരെല്ലാവരും എന്നോട് ചോദിക്കും, ഇപ്പം എന്തിനാ പരാതി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സഹിക്കുന്നതിനപ്പുറമായി ഞാൻ മൂവ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ എനിക്കുള്ളായിരുന്നു. 2022 കാര്യമല്ല ഞാൻ പറയുന്നത്. 2025 പൈസ ചോദിച്ച് പള്ളിയിൽ ഞാൻ പോയിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഇയാൾ മദ്യപിച്ചിട്ടിരിക്കുകയായിരുന്നു. പൈസ ചോദിച്ചും മറ്റ് എന്തൊക്കെയോ സ്ത്രീകളുടെ കാര്യങ്ങൾ സംസാരിച്ചും എന്തൊക്കെയോ വന്ന് എന്നെ ക്രൂരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ എങ്ങനെ അയാളത് നിഷേധിച്ചില്ല. സഭയുടെ കൂരിയയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അയാൾ എന്തിനാണ് അച്ഛൻ ഇവരെ മർദ്ദിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്നേക്ക് ദേഷ്യം വന്നു, ഞാൻ അടിച്ചു എന്ന്. അതാണ് അയാൾ കൊടുത്ത മറുപടി. അടിച്ചില്ല എന്ന് പറഞ്ഞില്ല. കാരണം അയാൾക്കറിയാം ഞാൻ എൻ്റെ എല്ലാ ഫോട്ടോസും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ കൈ നീര് വന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ 5 ദിവസം എൻ്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാഞ്ഞിട്ട് ഇത് കാരണം കൈ പിടിച്ച് തിരിച്ചു വെച്ചിട്ട് ഒരാളെ കൊട വെച്ചിട്ട് ഒരു പ്രാവശ്യം ഈ സംഭവം ഉണ്ടായത് ഈ കൊട വെച്ച് അടിച്ചത് അടൂർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. പോയപ്പോഴാണ് അടിവയറിനെ അയാൾ ഇടിക്കുകയും ചെയ്തു. കഴുത്തിന് അന്നും അയാൾ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ആ പള്ളിയിലെ ട്രസ്റ്റി ഉണ്ടായിരുന്നു, അദ്ദേഹം കണ്ടതാണ്. പക്ഷേ സഭയുടെ മക്കൾ ഒരു പുരോഹിതനെതിരെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ അന്നത്തെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും ഈ പോൾ നിലയ്ക്കൽ എൻ്റെ ഫോണും വണ്ടിയുടെ ചാവി എടുത്ത് അകത്ത് കൊണ്ടുപോയി, മേടയുടെ അകത്ത് കൊണ്ടുപോയി വെച്ചു. ഞാൻ ഈ ട്രസ്റ്റിയുടെ ഫോണിൽ നിന്നും പത്തനംതിട്ട രൂപത വികാരി ജനറലിനെ വിളിച്ചിട്ട് അച്ഛൻ എന്നെ ഒരുപാട് മർദ്ദിച്ചു, എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് 2 അച്ഛന്മാരെ അവിടേക്ക് പറഞ്ഞു വിടാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വേറൊരു അച്ഛനും കൂടെ അരമനയിൽ നിന്ന് വന്നു. അപ്പോൾ പോൾ നിലയ്ക്കലോടെ മദ്യപിച്ചിട്ട് നിൽക്കുകയാണ്. ട്രസ്റ്റി ഉണ്ട്. എന്നെ അടിച്ചത് അവർ കണ്ടു. ഞാൻ കൂരിയയിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, കൈ മുഴുവൻ, ഇത് 2ാമത്തെയാണ്, ആദ്യത്തേത് കഴിഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് അവർ സംസാരിച്ച് ബിഷപ്പിൻ്റെ അടുത്ത് വിഷയങ്ങൾ എത്തുന്നത്. അദ്ദേഹം വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം അച്ഛനെ തന്നെയാണ് ഏൽപ്പിച്ചത് സംഭവങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ അച്ഛന് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല ഒരുപാട് എന്നെ പ്രാർത്ഥനാപരമായി സഹായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഞാനാണെന്ന് അറിഞ്ഞപ്പം എന്നോട് 2 പേരെയും വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷെ അന്ന് രാവിലെ പോൾ നിലയ്ക്കൽ എന്നോട് പറഞ്ഞിട്ട് റെക്കോർഡിംഗ് ഉണ്ട്, ഒരു കാര്യങ്ങളും നീ പറയരുത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റിയില്ല. എങ്കിൽ പോലും
ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദിച്ചിരുന്നു, അച്ഛാ ഞാനിത് പറയുമ്പോൾ അച്ഛൻ എൻ്റെ ഭാഗത്താണോ പുരോഹിതനായതുകൊണ്ട്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഒരിക്കലും പുരോഹിതനായതുകൊണ്ട് ഇത് ചെയ്യത്തില്ല, ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ബിഷപ്പിനെ അറിയിക്കും, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ജോലി. അദ്ദേഹം അത് കൃത്യമായി നിർവഹിച്ചിട്ടുമുണ്ട്. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നീട് രൂപതാധ്യക്ഷൻ വിളിച്ചു, സംസാരിച്ചു. അതിനുശേഷം വാക്കാൽ വിലക്കി അദ്ദേഹത്തിനെ നിർത്തി. വാക്കാൽ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഒന്നും കൊടുക്കാതെ അച്ഛൻ കുറച്ചു കാലം പള്ളിയിലോ അച്ഛൻ മാനേജറായിരിക്കുന്ന സ്കൂളിലോ അച്ഛൻ കയറണ്ട എന്ന് തന്നെ പറഞ്ഞു. ആ സമയങ്ങളിൽ രാത്രിയിൽ എനിക്ക് ഒറ്റ ദിവസം പോലും ഈ അശ്ലീല ഇത് പറഞ്ഞ് കാസയും പീലാസയും എടുക്കുന്ന പുരോഹിതൻ സാറ് റെക്കോർഡിങ്ങും വീഡിയോയും കേട്ടപ്പോൾ ഇതുപോലെ ഒരു തെരുവ് തെമ്മാടികൾ പോലും പറയാത്ത തരത്തിലുള്ള ലാംഗ്വേജും, കാരണം അത് മദ്യം മാത്രമല്ല, ഏതോ കടുത്ത ലഹരി പദാർത്ഥങ്ങളും മദ്യവും എല്ലാം ഉപയോഗിച്ച ഒരു സൈക്കോയ്ക്ക് മാത്രമേ അങ്ങനെ ബിഹേവ് ചെയ്യാനും അങ്ങനെ സംസാരിക്കുവാനും സാധിക്കത്തുള്ളൂ. അന്നേരം ഇവൻ പുരോഹിതനാണോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും. ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ വീണ്ടും ഒരു കടുത്ത നടപടിയിലേക്കോ പോലീസ് പരാതിയിലേക്കോ ഒക്കെ എന്തുകൊണ്ട് പോയില്ല? ഈ പള്ളിയും ഇവന്മാരുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ പരാതി കൊടുത്തു നിന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരും ഇപ്പോൾ അങ്ങനെ വലിയ സഹായത്തിനായിട്ടൊന്നും, പിന്നെ ഉള്ളവരെല്ലാം കത്തോലിക്ക സഭയിലെ ടോപ്പ് ആൾക്കാരാണ്. അവര് ആരും ഒരു പുരോഹിതനെതിരെ സഭയോടുള്ള സ്നേഹം കൊണ്ട്, എനിക്കും സ്നേഹമാണ്, പക്ഷെങ്കിൽ ഈ ഒരു വ്യക്തിയോട് മാത്രം, ഇയാളുടെ പ്രവൃത്തികളോട് മാത്രമാണ്. ഇയാൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള 2 പേരുണ്ട്, അങ്ങനെ എന്തോന്നാണ് പേര്. ഇവരുടെ ഒക്കെ പേരിൽ ഇയാൾ സിമ്മുകൾ എടുത്തിട്ടുണ്ട്. ഈ സിമ്മ് വെച്ചിട്ടാണ് ഇയാൾ ഫോൺ വിളിക്കുന്നത്. അതായത് ഇയാളുടെ പേരിലുള്ള സിമ്മിലല്ല ഫോൺ വിളിക്കുന്നത്, മറ്റുള്ളവരുടെ സിം എടുത്ത് അത് ഉപയോഗിച്ച് അയാൾ വളരെ ക്രിമിനൽ മൈൻഡുള്ള ഒരു പാതിരിയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം നാളെ പിടിക്കപ്പെട്ടാൽ പണി ഇയാൾക്ക് വരരുത്. അതെ പല നമ്പറുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്ഥിരമായിട്ട് വിളിച്ച്, അത് മാത്രമല്ല ഇയാൾ വിളിക്കുന്ന വാട്സപ്പ് കോളുകളാണ്, റെക്കോർഡിംഗ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വാട്സപ്പ് കോളുകളാണ് വിളിക്കുന്നത്. ഒരു പരിധി കൂടുതൽ സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ വേറെ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തത്. ഞാൻ ഇയാളോട് പറയുന്നുണ്ട്, ഞാൻ ബിഷപ്പിനോട് പറയും. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി സാറ് കേട്ടല്ലോ, കത്തോലിക്ക ബാബയോട് പറയും എനിക്കൊന്നുമില്ല, സഭ എന്നെ. കാരണം ഈ സഭ ഇയാളെ പേടിക്കാൻ, അയാളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അയാൾ വളരെ പ്രത്യേക കോൺഫിഡന്റ് ആണ്. സഭയോ സഭാ നേതൃത്വം അയാൾക്കെതിരെ ഒന്നും സംഭവിക്കത്തില്ല, എടുക്കത്തില്ല എന്ന് ഇയാൾക്കൊരു ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാവാം? ഈ സഭാ നേതൃത്വത്തിന്റെയും ബിഷപ്പുമാരുടെയും ഒക്കെ മേളിൽ ഇയാൾക്ക് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പിടി ഉണ്ടാകാൻ കാരണം ഞാനിവിടെ സഭയിൽ പരാതി കൊടുക്കുവാന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം ഒട്ടും ഭയമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒന്നും സംഭവിക്കത്തില്ല, എന്നെ ആരും ഒന്നും ചെയ്യില്ല. അത് മാത്രമല്ല, ഒരാളെ മോശമായിട്ട് പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും അവിടെ ബിഷപ്പ് പദവിയിലേക്ക് ആകേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് മോശമായിട്ട് പോൾ നിലയ്ക്കൽ പലരോടും അതിലെന്നോടും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച്. അപ്പം അവരെയൊക്കെ സംരക്ഷിക്കുന്ന സഭ എന്നെ സംരക്ഷിക്കാതിരിക്കില്ല. അതുപോലെ തന്നെ ഇയാൾ വേറൊരു പരാമർശം നടത്തിയതായിട്ട് അറിഞ്ഞു, എത്രയോ വൈദികന്മാർ ഒരുമിച്ച് എന്നെ സഭയ്ക്ക് പുറത്താക്കിയാൽ ഞാൻ. അതെന്തായിരുന്നു സംഭവം? അത് അവിടെ വരുന്ന വൈദികർക്കെതിരെയുള്ള പരാതികളൊക്കെ പോൾ നിലയ്ക്കലിന്റെ കൈകളിലുണ്ട്. അത് എപ്പോഴെങ്കിലും ഇയാൾക്കൊരിത് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഇയാൾ അവിടെ വരുന്ന പരാതികൾ മറ്റ് അച്ഛന്മാരെ, അവിടെ എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവരും പോൾ നിലയ്ക്കലിനെ പോലെ ഉള്ള ഒരുപാട് ആത്മീയതയും നല്ല ഇതും ബഹുമാനമുള്ള നല്ല പുരോഹിതന്മാരുണ്ട്, ഇല്ല എന്നല്ല, ഇയാൾ മോശമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാവരും, പക്ഷേ അവിടെ ഭയങ്കര ഗ്രൂപ്പിസം ഉണ്ട്. പോൾ നിലയ്ക്കലിനെ ഇത്രയും തെറ്റ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുന്ന, അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണ് സാറേ. കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക എന്നോട് പറഞ്ഞു, മാവേലിക്കര രൂപതയിൽ 5 പുരോഹിതർ, പേരെനിക്കറിയാൻ ഞാൻ പറയുന്നില്ല, ഞാൻ വിശുദ്ധരായ നിങ്ങളോട് പുരോഹിതന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് പലരും പോൾ നിലയ്ക്കലിനെതിരെയുള്ള പരാതി ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു മാനസിക രോഗമുള്ള കുട്ടിയല്ലേ കൊടുത്ത പരാതി എന്ന്. ഇവരാരും എന്നെ കണ്ടിട്ടില്ല, എൻ്റെ പേരറിയില്ല, ഞാൻ കൊടുത്ത പരാതി അറിയില്ല. ഇയാളെ സേഫാക്കാൻ അല്ലെ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി ഇവർ സ്പ്രെഡ് ചെയ്യുക ചെയ്തേ.
അതായത് നമ്മളൊരു മാനസിക രോഗിയാക്കി. അതായത് അവിടെയും കൂടി ഞാനൊരു കാര്യം പറയട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ കൂദാശ കുർബാന തൊഴിലാളികൾക്കെതിരെ ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ, അവർക്കെതിരെ നിന്നു കഴിഞ്ഞാൽ അവരെയും ആ പരാതി ഉന്നയിക്കുന്ന വ്യക്തിയെയും അവരുടെ കുടുംബക്കാരെയും മാനസിക രോഗികളാക്കും. അവരെ ആ സമൂഹത്തിലെ ഏറ്റവും നികൃഷ്ട ജീവികളാക്കി അവർ ചിത്രീകരിക്കും. ഏറ്റവും സ്വഭാവ ദൂഷ്യമുള്ള കുടുംബക്കാരാക്കി മാറ്റും. ഇതാണ് ഇവരുടെ ഒരു നടപ്പ്. ഈ പാതിരി എന്ത് തെമ്മാടിയാണെങ്കിലും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇതൊന്നും അവർ കാണത്തില്ല. പരാതി ഉന്നയിക്കുന്നവരും അവരുടെ കുടുംബവും തലമുറകളായി ഇത് അസന്മാർഗിക മാർഗത്തിൽ നടക്കുന്നവരാണെന്നും സ്വഭാവ ദൂഷ്യമുള്ളവരാണെന്നും അവർ മാനസിക വിഭ്രാന്തി ഉള്ളവരാണെന്നും ഇവർ വരുത്തി തീർക്കും. ഇത് ഈ കുഞ്ഞാടുകൾ, ഇവന്മാരുടെ പിന്നാലെ പോകുന്ന ഈ അടിമകൾ അത് ഏറ്റുപാടും. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് പലരും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായാലും ഇതിപ്പോൾ ഒരു വളരെ റയറസ്റ്റ് ഓഫ് റയർ ഒരു കേസ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി വരുന്നത്. 99.9% ആളുകളും ഇത് അനുഭവിക്കുക. പുറത്തു പറയാൻ പറ്റത്തില്ല. കുടുംബത്ത് പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല. നാട്ടുകാരോട് പറഞ്ഞാൽ നാട്ടുകാർ എതിരാകും. പോലീസിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല. നിയമ സംവിധാനങ്ങളിൽ അനുകൂലമല്ല. ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ല ഇതെല്ലാം സഹിച്ച് വല്ല ഡിപ്രഷൻ അടിച്ച് ചാകുക എന്നുള്ളതല്ല. അത് ഓപ്ഷൻ മാത്രമേ നിലവിലുള്ളൂ. പക്ഷേ ഇപ്രകാരം നമ്മുടെ മുന്നിൽ ഈ തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറയാൻ വന്നതുകൊണ്ടാണ് ഇത്രയേലും കാര്യങ്ങൾ പുറം ലോകമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഈ നൈറ്റി തൊഴിലാളികളുടെ ഈ കണ്ണന്തിരിവുകൾ പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കത്തില്ല. അതാണ് നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡിസംബറിൽ ഈ അടി ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾ വാക്കാൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇയാൾ എന്നെ വിളിക്കരുതെന്ന് കർശനമായി ഇതുണ്ടായിരുന്നു. എന്നെ വിളിക്കുക തന്നെ ചെയ്യും. രാത്രികാലങ്ങളിൽ ഫുള്ള് ഭീഷണിയാണ്. അതിപ്പോൾ ഞാൻ അത് സാറിനെ കേൾപ്പിച്ചു. എന്നെ സസ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അച്ഛനെതിരെ ഞാൻ പരാതി കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും എൻ്റെ മരിച്ചുപോയ പിതാവിനും വളരെ അസഭ്യമായിട്ട് നമ്മൾ ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഇതാണ്. അതുപോലെ തന്നെ ഞാൻ റീസെൻ്റ്ലി ആണ് അറിഞ്ഞത്, ഇയാൾ രാമഞ്ചിറ പള്ളിയിൽ നിന്നും 2025 നവംബറിൽ ബിഷപ്പ് ഇദ്ദേഹത്തിനോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പബ്ലിക്കായിട്ട് രാവിലെ 10 മണിയുടെ കുർബാനയും ആരാധനയും കഴിഞ്ഞ് കാപ്പ അണിഞ്ഞുകൊണ്ട് മൈക്ക് മാറ്റി വെച്ചിട്ട് അദ്ദേഹം പബ്ലിക്കായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തു, എനിക്ക് എതിരെ ഈ അന്വേഷിച്ചു വന്ന ഈ ലേഡി പാരമ്പര്യമായിട്ട് മാനസിക രോഗികളാണ്, അതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കരുതെന്ന്. അപ്പം ഞാൻ സിസ്റ്റർ ജസ്മിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴും ഞാനത് നോട്ട് ചെയ്തു. പുരോഹിതനെതിരെ ആര് ഇത് കൊടുത്താലും ഫസ്റ്റ് അവർ മാനസിക രോഗി. ഞാൻ ഈ പുരോഹിതൻ എന്നെ ആരോപണം ഉന്നയിച്ച പുരോഹിതന്മാരോട് ഞാൻ പറയുക, നിങ്ങൾ ഏത് സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കൊണ്ടുവന്നോ ഞാൻ വില്ലിങ് ആണ്. സാറിനോട് ഞാൻ ഇത്രയും സംസാരിച്ച പോലെ നിങ്ങൾ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരെനിക്ക് ഈ ഗുരുതരമായ ഒരു ആരോപണമാണ് സമൂഹത്തിൽ. ഇപ്പോൾ ഇപ്രകാരം ഒരു ആരോപണം ഉന്നയിച്ച ഈ സൈക്കോപാതിയുടെ ചില സംസാരങ്ങൾ ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇവനാണ് യഥാർത്ഥ ഒരു മാനസിക രോഗി, ഇവനൊരു സൈക്കോ ആണ്, ഇവൻ പാതിരിയല്ല, ഈ നൈറ്റി ഇട്ട ഒരു സൈക്കോ ക്രിമിനലാണ് ഇവൻ എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ ഈ സഹോദരിക്ക് അയച്ച. ഞാൻ പറയാം, അത്രത്തോളം നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലുള്ള സംഭാഷണങ്ങൾ മുഴുവൻ മ്യൂട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് പുറത്തു പോലും വിടാനായിട്ട് പറ്റത്തില്ല. കാരണം അതുപോലുള്ള അശ്ലീലവും യാതൊരു സംസ്കാരവും ഇല്ലാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ് ഇവൻ നടത്തിയിരിക്കുന്നത്. ഇവനാണ് മലങ്കര കത്തോലിക്ക സഭയിലെ പോൾ നിലയ്ക്കൽ എന്ന് പറയുന്ന ഈ പാതിരിപ്പാമ്പ്. ഇവനൊക്കെയാണ് വിശുദ്ധ കുർബാന എന്ന് ചൊല്ലുന്നത്. നിങ്ങളൊക്കെ പോയി ഇവന്റെയൊക്കെ മുന്നിലാണ് പോയി കയ്യും കൂപ്പി നിൽക്കുന്നത് എന്നോർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുക. ഭയങ്കര എന്റെ ഷുഗർ പറയാത്തതിന് കാരണം അതാണ്. എനിക്ക് നല്ല രീതി എനിക്കറിയാം. അതിനോട് ഞാൻ കുടിക്കുകയും ചെയ്യുന്നു. എന്റെ ഷുഗർ കുറയത്തില്ല. അതുകൊണ്ടത് 6 ഗുളികയിലേക്ക് മാറി. ഇപ്പൊ ഇതാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. എനിക്ക് അവരെല്ലാം ഞാൻ പറഞ്ഞില്ല എന്ത് മൈൻഡ്. ഞാൻ ഊരി എറിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോയിരിക്കല്ല. ഊരി എറിഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നാല് അപ്പൊ എനിക്ക് സമാധാനം. സഭയെന്ന് പറഞ്ഞ സഭ എനിക്ക് കൂട്ടി വിളിക്കുന്ന പോലെ സഭ എനിക്കില്ല. അച്ഛനോട് കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. പ്ലീസ്, എനിക്ക് അറിയത്തില്ല. അച്ഛനോട് ഞാൻ ഉണ്ട്. നിങ്ങളുടെ അരമനയിൽ പിതാവ് ഇരിപ്പുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആരെ കേൾപ്പിച്ച എനിക്കിവിടെ കോപ്പ. ആരെ വേണേ കേൾപ്പിക്കാം. എന്റെ തന്ത നല്ല കുടുംബത്തിലായിരുന്നു. ആദ്യത്തെ തന്തയില്ല അച്ഛാ, എനിക്ക് ഒറ്റ ഒരു അപ്പനേ ഉള്ളൂ. തോന്നിവാസം പറയരുത്. നിന്നോട് ആരാ ഇതൊക്കെ പറയുന്നേ? നിന്നോട് ആരാ ഇതൊക്കെ? നാണോ ഉണ്ടോടോ? പറയുന്നുണ്ട് എന്റെ അപ്പ തൂങ്ങി മരിച്ചാണല്ലോ. നിന്റെ തന്തമാളുടെ ഗുണം നീയില്ല. നിന്റെ ഒന്നേ ഉള്ളൂ. അയാൾ തൂങ്ങി ചത്തവരാ. നിന്റെ പിതാവിനോടൊന്ന് ചോദിക്കണേ. 1 കിലോമീറ്റർ അപ്പുറം ഉണ്ട്. അതിന് മുമ്പ് വേറെ ഒരുത്തുണ്ടായിരുന്നു. നിന്റെ ആളെ കാരണം നിനക്ക് പ്രാന്തായാ?
എനിക്ക് ഭ്രാന്തല്ല, നിന്റെ തന്തയ്ക്കും നിന്റെ തള്ളയ്ക്കും നിനക്കോ ഭ്രാന്ത്. റവറർ ഫാദർ പോൾ നിലയ്ക്കൽ തെക്കേതിൽ കാമഭ്രാന്ത് എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞോണ്ടല്ലോ നിങ്ങളെ ഒക്കെ വെച്ചിരിക്കുന്ന പിതാവിനെയാണ് സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ കാതോലിക്ക ബാവയ്ക്ക് വിളിച്ചതല്ലേ, ഞാനിത് അയച്ചു കൊടുത്തേ, കണക്ട് ചെയ്തോളാം കേട്ടോ. അല്ല, നിങ്ങൾ ഇപ്പോഴും പത്തനംതിട്ട രൂപതയിലെ ഫാദർ പോൾ നിലയ്ക്കലല്ലേ നിങ്ങളുടെ വർത്തമാനം? പോയോ? സസ്പെൻഡ് ആയതല്ലേ ഉള്ളൂ, ഡിസ്മിസ് ആയില്ലല്ലോ. ആഹാ, അടിപൊളി. ഇല്ല, അത് ഞാനാ പറയുന്നേ. സസ്പെൻഡ് ആയി ഞാൻ ഡിസ്മിസ് ആവുന്ന ദിവസം നിന്റെ ചോണ കണ്ടോ? വെച്ചാ പൊട്ടിക്കും. ചോണ കണ്ടോ? അടുക്ക നിന്റെ അമ്മ നല്ല രീതിയിലാണല്ലോ വളർത്തിയേക്കുന്നത്. നിന്റെ എന്റെ അമ്മയല്ല, നിനക്ക് എന്റെ അമ്മയാണെന്നോ. പിറ്റാൻ നിന്റെ വീട് ഉൾപ്പെടെ ഞാൻ നിന്റെ കത്തിച്ചില്ലേ, നിന്റെ ഊറപ്പി കിടക്കുന്നതിന്റെ മറ്റ നിന്റെ ചേട്ടത്തി ഉൾപ്പെടെ കത്തിച്ചില്ലേ. എന്റെ പോളിന്റെ പേര് പട്ടിക്കിട്ട് കൊടുക്ക. പോളിന്റെ പേര് അല്ലേലും പട്ടിക്ക് തന്നെയാ. ഇത്രയും ലോക്കലായിട്ടുള്ള പട്ടിയുണ്ട്. ഈ ആഭാസന്റെ ഇവന്റെ യഥാർത്ഥ വീഡിയോകളും ഇവന്റെ സംഭാഷണ സകലങ്ങളും ഞങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങൾ കവളമടലെടുത്ത് ഇവനെ അടിച്ച് അവിടെ ഇട്ട് തീർക്കും. എന്നാൽ ഇവനെ ഈ വൃത്തികെട്ടവൻ ഇവന്റെ ഈ നാറിയ സഭയുടെ സംരക്ഷണം കൊണ്ടും ഇവനെ ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമ കുഞ്ഞാടുകളുടെ ബലം കൊണ്ടും ഇതുപോലുള്ള ഈ ലോഹയിട്ട നൈറ്റുകാരന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇവന്മാർക്ക് ഫണ്ട് ചെയ്യുന്ന ചില അമ്മച്ചിമാരുടെയും സഹായം കൊണ്ട് ഇവനൊക്കെ വീണ്ടും കുറച്ചുനാളോട് നടക്കും. പക്ഷെ ഇവന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവനെ ഇവിടുത്തെ സഭയൊന്നും ചെയ്യത്തില്ല, ഇവിടുത്തെ പോലീസ് സംവിധാനം ഒന്നും ചെയ്യത്തില്ല, നിയമം ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഈ നാറിയെ ഇവന്റെ മുഖം നിങ്ങൾ ഓർത്തു വെച്ചു. ഇവനാണ് ഈ അലവലാതി പോൾ നിലയ്ക്കൽ എന്ന് പറയുന്ന ആഭാസൻ പാതിരി. ഇവനെ എവിടെ കണ്ടാലും ഓടി ഒളിക്കുക. ഇവന് 6 60 നോട്ടമില്ലാത്തവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്റെ മ്ലേച്ഛതകൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് എപ്പിസോഡുകൾ എടുക്കും. ഇവനെക്കുറിച്ചുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് ഇവനെതിരെ പോക്സോ കേസുകളുണ്ടെന്ന്, പലതരത്തിലുള്ള മ്ലേച്ഛതകളുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ? ഇത് ഇപ്പം ഞാൻ പരാതി കൊടുത്തപ്പോൾ മാധ്യമങ്ങളിലൊന്നും വന്നില്ല. ഞങ്ങൾക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ കൊടുത്ത പരാതി അനുസരിച്ച് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള കൃത്യമായ FIR ഇട്ടു അല്ലേ? FIR ഇട്ടു. ഇവനെതിരെ അറസ്റ്റ് ഉണ്ടായി. ഇവൻ മുൻകൂർ ജാമ്യം എടുത്തു. കൃത്യമായ ഡോക്യുമെന്റൽ എവിഡൻസുകൾ ഉണ്ടായിട്ടും മുൻനിര മാധ്യമങ്ങളൊന്നും നമ്മുടെ ഈ വിവരങ്ങൾ കവർ ചെയ്തില്ല. എന്തുകൊണ്ട്? അദ്ദേഹം പറയുന്നത് ശരിയാണ്, എന്നെ ഒന്നും ചെയ്യൂല. സകല കൂതാശ തൊഴിലാളികളുടെ അഹങ്കാരം അതാണ്. ഈ നൈറ്റ് ഇട്ടിടത്തോളം കാലം, ഏതെങ്കിലും ഒരു സഭയുടെ വക്താവെന്ന നിലയ്ക്ക് നിൽക്കുന്നിടത്തോളം കാലം ഇവിടെയുള്ള ഒരു സംവിധാനങ്ങളും ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല, ഞങ്ങൾ ഈ പണി തന്നെ ചെയ്യും, നീയൊക്കെ അനുഭവിക്കുക. അന്നേരം അതുകൊണ്ടാണ് i2 ന്യൂസ് ഇപ്രകാരം ഒരു വിഷയം വന്നപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് കൃത്യമായ ഡോക്യുമെൻ്റൽ എവിഡൻസുകൾ പരിശോധിച്ച് ഞങ്ങൾ ഇന്ന് ഇപ്രകാരം ഒരു അഭിമുഖം നടത്തുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു ദുരുദ്ദേശമില്ല. ആരെയും അപകീർത്തിപ്പെടുത്തണം ഒരു ദുരുദ്ദേശം ഞങ്ങൾക്കില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും സഭയെ കരിവാരിത്തേക്കണം, അല്ലെങ്കിൽ ഈ പണിക്ക് നടക്കുന്നവരെല്ലാം മ്ലേച്ഛന്മാരാണ് എന്ന് ബ്രാൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾക്കില്ല. ഇതുപോലെ ഒരു സ്ത്രീക്കും അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവാം. യാതൊരു കാരണവശാലും ഇവന്മാരുടെ അടുത്തേക്ക് പോകരുത്, നിങ്ങൾ ജാഗരൂകരാകണം എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഇപ്രകാരം ഒരു അനുഭവകഥ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇപ്പം ഞാൻ പരാതി കൊടുക്കാൻ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ സമയത്ത് 2025 ഇദ്ദേഹം പൈസ തിരിച്ചു തരണമെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്നോട് വെച്ചു. ഞാനത് ബഹുമാനപ്പെട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയസിനോട് ഡയറക്റ്റ് പറയുകയും ചെയ്തു. അവിടെ ഞാൻ കൊടുത്ത പരാതി ലാസ്റ്റ് പേജിലുണ്ട്. ഇപ്പോൾ ആ ദേവാലയത്തിലെ വികാരിയായിരിക്കുന്ന, ഞാൻ പേര് തന്നെ പറയാണ്, അഡ്വക്കേറ്റ്, ഇദ്ദേഹത്തിനെ ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. നല്ല പ്രായമായ ഒരു പുരോഹിതനാണ്. പോൾ നിലയ്ക്കൽ എന്നോട് ആവശ്യപ്പെട്ടത് ഇവനെ അപമാനിച്ച് അവിടുന്ന് ഇറക്കണമെന്നാണ്. 2025 ഡിസംബറിൽ ഇയാൾ എന്നോട് പറയുന്നുണ്ട്. അതിൻ്റെ എന്നോട് ഡയറക്റ്റായിട്ട് പറയുന്നതാണ്. എൻ്റെ കുറച്ച് വോയിസുകളുമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നീ അവിടെ മേടയിൽ കടന്ന് ചെല്ലണം, ചെന്നിട്ട് അയാളുടെ മുറിയിൽ കയറണം, സംസാരിക്കുക. ഞാൻ പുറത്തുണ്ടായിരിക്കും, മീഡിയ ഉണ്ടായിരിക്കും, എൻ്റെ ആൾക്കാരുണ്ടായിരിക്കും. എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഷോൾഡറിൽ നിന്നൊരു ചുരിദാറിൻ്റെ പോർഷൻ കീറുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇവനെ അവിടുന്ന് കൂകി ഇറക്കി വിടണം.
അപ്പോൾ പുരോഹിതനായിട്ട് തന്ന ഒരു വ്യക്തി നമ്മളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേ വേഷമിട്ട് ഒരു പുരോഹിതനെ പെണ്ണ് കേസിൽ അപമാനിച്ച് കൂകി ആ ദേവാലയത്തിൽ നിന്ന് വെളിയിലിറക്കണമെന്ന്. സാറേ, എന്നോട് മോശമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ പോൾ നിലയ്ക്കലിനെതിരെ പരാതി കൊടുത്തത്. അത് എനിക്കും വീടും എല്ലാം ഉള്ളതാണ്. കാരണം അത്രയ്ക്കും ആ മനുഷ്യനെ നിന്ദിക്കാൻ മാത്രം നിലവാരം ഇല്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ അതിന് അടുത്ത ദിവസം തന്നെ പോയിട്ട് ഈ പരാതി ഇങ്ങനെ പറഞ്ഞു എന്ന് ഉൾപ്പെടെ അന്വേഷണ കമ്മിറ്റിയെ ബോധിച്ചു. ഐറേനിയസ് പിതാവിനോടും പറഞ്ഞു. വികാരി ജനറൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ആ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. നമ്മുടെ കൂട്ടത്തിലൊരാൾ, ഇയാൾക്ക് ഈ അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായ അതിൽ എന്നെ കൂടെയാണ് കരുവാക്കുന്നത്. ഒരു സ്ത്രീയെ വെച്ചിട്ട് ഒരു പുരോഹിതനെ നമ്മളെ ട്രാപ്പിലാക്കി, അയാളുടെ വരുതിയിലാക്കി, എന്നിട്ട് നമ്മളെ ഉപയോഗിച്ച് മറ്റൊരു പുരോഹിതനെ അപമാനിച്ച് ഇറക്കി വിടും. അപ്പോൾ അദ്ദേഹത്തിന്റെ എത്രമാത്രം ഇപ്പൊ ഇതിപ്പോ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് ഉറപ്പാണ് ഇയാൾ അതിനു മുമ്പ് തന്നെ ഞാൻ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോഴും ഇയാൾ പറയുന്ന വോയിസുകൾ സാറ് കേട്ടല്ലോ, എൻ്റെ വീട് കത്തിക്കും, എന്നെ ചുട്ടുകൊല്ലും, പല പല ഇതാണ് പറയുന്നത്, ജീവിച്ചിരിക്കാൻ സമ്മതിക്കാത്ത രീതി. ഇപ്പൊ അതൊന്നും നമുക്ക് കേട്ടിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നിങ്ങൾ അതുകൂടെ കേൾക്കുക. ഇതെല്ലാം കൃത്യമായ ഡോക്യുമെന്റൽ എവിഡൻസിന്റെ തെളിവുകളുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു അഭിമുഖത്തോടെ വെളിവിടുന്നത്. കാരണം ഈ ഒരു വൈദികൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ, ഈ പോൾ നിലയ്ക്കൽ എന്ന് പറയുന്നവൻ, അവന്റെ ഭീഷണി സ്വരങ്ങൾ അതായിരിക്കുമല്ലോ മുമ്പുള്ള പള്ളികളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ പോയത് പറഞ്ഞിട്ടും അവരൊരു സാധാരണ ഇതുപോലെ എന്തുവാണ് അതിനകത്ത് നടപടി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മുന്നോട്ട് ഒരു 2026 ഓശാനയുടെ തലേന്ന് ഏതോ ഒരു ദിവസം ഏതോ ഒരു സ്ത്രീ അവിടെ ഇതിന് ശ്രമിച്ചതായിട്ട് പള്ളിയിലെ നിന്നും മെമ്പേഴ്സ് വഴി അറിഞ്ഞു. എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ CCTV എടുത്താലേ അറിയത്തുള്ളൂ. പക്ഷേ അതൊരു പരാതിയായിട്ട് എൻ്റെ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോടും ഞാനത് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവർ മൊഴിയെടുക്കാൻ മേട കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ പുരോഹിതനും ഇതുപോലെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതായിട്ട് സൂചിപ്പിച്ചു. അപ്പം ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു എന്താ സാറേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരാൾ മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യാനാണ്. അപ്പോൾ അതായത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താൻ നോക്കി, അത് പരാജയപ്പെട്ടപ്പോൾ ഇയാളുടെ വേറൊരു ആസ്മാദിയെ കൊണ്ട് തന്നെ ഈ വൈദികനെതിരെ ഇപ്രകാരം ഒരു നടപടി ഇയാൾ ചെയ്തു. ക്ലിയറായി. പത്തനംതിട്ട ഭദ്രാസനാധിപനോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ആരാണ് ഇപ്പോൾ പത്തനംതിട്ടയുടെ ബിഷപ്പ്? അന്നേരം പുള്ളിയുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? പത്തനംതിട്ടയുടെ രൂപതാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സാമുവൽ മാർ ഐറേനിയസ് ആണ്. അദ്ദേഹത്തിന് പരാതി കൊടുത്ത് ഉടനെ തന്നെ കമ്മിറ്റി രൂപീകരിച്ച് അദ്ദേഹം വിളിക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് അദ്ദേഹം നടത്തിയത്. പിന്നെ 2 പ്രാവശ്യം എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിക്കാൻ അദ്ദേഹം സമയം അനുവദിച്ചു. അന്ന് അദ്ദേഹം ആദ്യം എന്നോട്, അന്ന് ഞാൻ നിയമപരമായിട്ട് പരാതി കൊടുത്തിട്ടില്ലായിരുന്നു, അന്ന് അദ്ദേഹം എന്നോട് ക്ഷമ പറയുകയും അച്ഛൻ ചെയ്തത് തെറ്റാണ്, നടപടിയെടുക്കും, മറ്റ് പരാതികൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ആരും റിട്ടേണായിട്ടുള്ള കംപ്ലൈൻറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് സഹോദരിയുടെ നടപടി ഉണ്ടാകും പരാതിയിൽ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ മുകളിലേക്ക് കാനൂനികമായ നിയമം അനുസരിച്ച് അവരുടെ ഇതിലേക്ക് മുകളിലേക്ക് നടപടി ഉണ്ടാകും. ഞാനപ്പോൾ പറഞ്ഞിരുന്നു, ഇനി ഈ വൈദിക ഇതിൽ വെച്ചിട്ട് അച്ഛൻ വേറൊരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഇടയാവരുത് പോൾ നിലയ്ക്കൽ. അപ്പോൾ പറഞ്ഞത് അനുകൂലമായ നടപടി ഉണ്ടാകും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയസ് എന്നോട് പറഞ്ഞ ഒരു പ്രത്യേക ഇത്, പോൾ നിലയ്ക്കൽ ലൈംഗിക വൈകൃതമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ടാണ് നിങ്ങൾ സഭയിൽ വെച്ചിരിക്കുന്നത്? അപ്പം പലയിടത്തുനിന്നും കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ ആരും വലിയ പരാതിയായിട്ട് വന്നിട്ടില്ല. എനിക്ക് ഷോക്കായിപ്പോയി. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം സാറേ, എന്നിട്ടും നമ്മളെ അത് പേഴ്സണലി പറയുകയാണ് വൈകൃതം ഉണ്ടെന്ന്. അപ്പം വൈകൃതം ഉള്ളവരെ എന്തിനാണ് സഭയെ വെച്ചിരിക്കുന്നത്? 20 പേര് പോവെങ്കിൽ പോട്ട്, വിശുദ്ധരായ 10 പേരെ ഉള്ളെങ്കിൽ മതി. അപ്പം ഒരാൾക്ക് വേണ്ടി എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാനത് ചോദിച്ചപ്പോഴും പറഞ്ഞത് നടപടി ഉണ്ടാകും, വിശുദ്ധ കുർബാനയിലേക്ക് ഇനി പോൾ നിലയ്ക്കൽ കുപ്പായമിട്ട് ഉണ്ടാകില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്.
എനിക്ക് ഷോക്കായി. പക്ഷെ ഇപ്പോൾ സസ്പെൻഷനിൽ മാത്രമാണ്, ഏത് നിമിഷവും അവർക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അതെ അതെ, അദ്ദേഹത്തിന്റെ വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇത് ഞാൻ ഇറങ്ങുക, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇതെല്ലാം കേട്ടിട്ട്. എന്നോട് ക്ഷമ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ ലാസ്റ്റിൽ ഞാൻ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞിരുന്നു നിയമപരമായി മുന്നോട്ട് തന്നെ നീങ്ങിക്കൊള്ളുവാൻ പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് കാര്യം ഓർക്കുക, ഒരു സഭയുടെ ഒരു മെത്രാൻ തന്നെ പറയുവാണ് തൻ്റെ കീഴിലുള്ള വൈദികൻ ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു സൈക്കോ ആണെന്ന് യുവമാർക്കറിയാം. അങ്ങനെയുള്ളവനെയാണ് ഇടവക ഭരണത്തിനായി ഒരു ഇടവക വികാരിയായി ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള മറ്റ് തരത്തിലുള്ള ഇയാൾ ഈ സമാനമായ സ്വഭാവം, ഇയാളൊരു സ്കൂളിലെ മാനേജരായിരുന്നു പറഞ്ഞു, അതുപോലെ ഇടവക വികാരിയായിരുന്നു പറഞ്ഞു. അന്നേരം ഇത്തരത്തിലുള്ള ഇയാളുടെ ഈ വൈകൃതം അല്ലെങ്കിൽ ഈ ഒരു സൈക്കോ സ്വഭാവം വേറെ ആറൊക്കെ എടുത്തതായി നമുക്കറിയാം. അവർ മുന്നോട്ട് വന്നാൽ മാത്രമേ എന്നെപ്പോലെ അവർക്ക് വന്ന് സംസാരിക്കാൻ പറ്റൂ. പല വ്യക്തികളെയും എനിക്ക് ഐറേനിയസ് ബിഷപ്പ് എന്നോട് 2 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ പറയുന്നതിൽ കൂടുതൽ അദ്ദേഹം പല ആൾക്കാരെ എന്നോട് പറഞ്ഞു. ഞാൻ ഷോക്കായിപ്പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമോ എന്നൊരു അത്ഭുതമാണ്. എത്ര ആൾക്കാരെയാണ് ഇയാൾ ഇതുപോലെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്? ഹസ്ബൻഡ് മരിച്ചവര്, അത് പലരും പ്രമുഖ സ്കൂളുകളിൽ അധ്യാപികമാരും. ഇയാളുടെ സ്കൂളിലെ അധ്യാപകന്മാര് ഇയാൾ അത്തരത്തിലുള്ള. അതെ. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ യാദൃശ്ചികമായിട്ട് ഇയാളെ നടത്തി കൊടുത്തൊരു വിവാഹവും കുടുംബജീവിതവും ഇയാൾ തന്നെ കാരണം ഇതായിപ്പോയത് ഞാൻ അറിഞ്ഞു. ആ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞത്. അവർക്ക് എന്തെങ്കിലും മുമ്പോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവര് തന്നെ വന്നിട്ടത് പറയും. അതായത് ഇയാളുടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതിയെ വേറൊരു പയ്യന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ട് ആ വിവാഹം എത്ര നാളുകൾക്കുള്ളിൽ ഡൈവേഴ്സ് ആക്കി? 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് അവര് പറയുന്നത് എപ്പോഴും അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതായത് വിവാഹം കഴിഞ്ഞിട്ട് ഈ അച്ഛനോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അത് അവസാനം ഡൈവേഴ്സ് ആയി. അങ്ങനെ അയാൾക്ക് സൗകര്യമായി ആ ഒരു കാര്യത്തില്. പിന്നെ ഇദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊണ്ട് എന്ത് ചെയ്താലും സഭ സംരക്ഷിക്കുന്നത് മാത്രമല്ല, ഞാൻ പോയാൽ പത്തനംതിട്ട രൂപതയിൽ നിന്നും കുറേ പുരോഹിതന്മാരെ കൂടെ ഞാൻ കൊണ്ടുപോകും. അതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് സാറ് തന്നെ പറയുക. കാരണം ഇയാൾ പുറത്തായാൽ എനിക്ക് കൊണ്ടുപോകാൻ കുറച്ച് അച്ഛന്മാരും ഉണ്ട്. അതായത് ഇതേമാതിരിയുള്ള ഇവന്മാരെ കൊലയോടെ ഇയാൾ പോയാൽ അവന്മാരും കൂടെ പുറത്ത് കൊണ്ടുപോകാനുള്ള പണി ഇയാൾ ചെയ്യുമെന്നാണ് അയാൾ സൂചിപ്പിച്ചത്. തീർച്ചയായും. അതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ്. ഒരു മനസാക്ഷി ഇല്ലാത്തൊരു പുരോഹിതനാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, എന്ത് സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി പോൾ നിലയ്ക്കലായിരിക്കും. ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് പോൾ നിലയ്ക്കലിൻ്റെ അമ്മയോടാണ് ഫസ്റ്റ് സംസാരിച്ചത്. അമ്മ എന്നോട് പറഞ്ഞത് ഇത് ആരോടും പറയണ്ടാണെന്നാണ്. ഇയാളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇയാളുടെ വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഇയാളുടെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു നേരത്തെ മുൻപ്? ഇദ്ദേഹം വികാരിയായിരുന്ന ഞാൻ പോകുന്ന പള്ളിയിലെ എല്ലാവർക്കും അറിയാം. പല വണ്ടികൾ ഇദ്ദേഹം സുഹൃത്തുക്കളുടെയാന്ന് പറയുന്നുണ്ട്, ഏതാണ് ആരുടെയാന്ന് അറിഞ്ഞുകൂടാ. ഇയാൾക്ക് 1-ലധികം വണ്ടികളുണ്ട്. പിന്നെ ഇയാൾക്ക് സഹായിയായിട്ടൊരു ചെറുപ്പക്കാരനുണ്ട്. അതാരാന്ന് ആർക്കും അറിയില്ല. അതിൽ ഭയങ്കര ദുരൂഹതയുണ്ട്. എന്താ പറയുക, ആ പത്തനംതിട്ട രൂപതയിൽ ഒരുപാട് വൈദികർ, പ്രായമായവരും തന്നെയുള്ളവരും എല്ലാവരും ഉണ്ട്. ഇവർ സന്യാസ ജീവിതത്തിലേക്ക് വന്നത് തന്നെ ഒറ്റയ്ക്ക് എല്ലാം ഉപേക്ഷിച്ചെന്നുള്ളതാണല്ലോ. അപ്പം ഇദ്ദേഹത്തിന് ഡ്രൈവർ അല്ലെ സഹായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ചെറുപ്പക്കാരനാണ്. അപ്പം ചെറുപ്പക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് കൂടുതൽ അറിയില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പോൾ നിലയ്ക്കലിൻ്റേത് ആ വ്യക്തിക്ക് അറിയാം. ഇപ്പം പോൾ നിലയ്ക്കൽ ഒരു വീട്ടിൽ പോയി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ നിലയ്ക്കൽ ഉടനെ ഈ ചെറുപ്പക്കാരന് വേണ്ടിയാണ് പോയത് എന്ന് പറഞ്ഞ് അത് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇയാളുടെ ആളുകളെ പരിചയപ്പെടുന്നത് എങ്ങനെയാ ഈ ചെറുപ്പക്കാരനെ എന്തെന്ന് പറയുന്നത്? പള്ളികളിലെല്ലാം പോകുമ്പോൾ കൊണ്ടില്ല എല്ലാ പള്ളിയിലും. അപ്പം ആരോ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു, ഇതാരാന്ന് ചോദിച്ചപ്പം എൻ്റെ കൂടെയുള്ള പയ്യനാണ്, കൂടുതൽ അറിയണ്ട, എനിക്ക് തരുന്ന ബഹുമാനവും എല്ലാ പ്രയോറിറ്റിയും ഇവനും കൊടുക്കണം. അപ്പം പല ആൾക്കാർക്കും അതിൽ താല്പര്യക്കുറവുണ്ട്. കാരണം അച്ഛന് എന്നുള്ളൊരു പദവിക്ക് ഇടവക ജനങ്ങൾക്കുണ്ടെങ്കിലും ഇത് കൂടെ എന്റർടൈൻ ചെയ്യേണ്ട കാര്യം. ഇവനും ഒരു അറിയപ്പെടുന്ന സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. 2025 ഡിസംബറിൽ 25-ാം തീയതി രാവിലെ ഞാൻ പോൾ നിലയ്ക്കൽ എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇയാൾ ഫോണ് ഈ പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരാളാണ്, അയാളുടെ കൊടുത്തിട്ട് പോയി. സാറെ പറയാൻ പറ്റാത്ത 1-2 തെറികൾ. ഞാൻ ആരാണെന്നോ എന്തുവാണെന്നോ ഒന്നും അറിയത്തില്ല.
ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥ എന്തുവാണ്? ഒരു പുരോഹിതൻ്റെ സഹായിയായിട്ട് അൾത്താര ശുശ്രൂഷയിൽ എല്ലാ പള്ളികളിലും പോയി ഇദ്ദേഹത്തിന് യൂട്യൂബിലുള്ള എല്ലാ വീഡിയോകളും മൈക്കി പിടിച്ചു കൊടുക്കുന്നതും ധൂപക്കുറ്റി വീശുന്നതും ഒക്കെ ഈ ചെറുപ്പക്കാരനാണ്. അപ്പം പറഞ്ഞ് 2 ചീത്തകളുണ്ട്. അത് ഇവിടെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. എന്നെ അത് വിളിക്കേണ്ട യാതൊരു കാര്യവും ആ പയ്യനില്ല. കാരണം ഞാൻ അവനെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത്രയും എന്ന് പറഞ്ഞാൽ പോൾ നിലയ്ക്കലിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ എന്ന് പറഞ്ഞാൽ പോൾ നിലയ്ക്കലിൻ്റെ വീട് വെച്ച് കൊടുക്കുന്നത് പോൾ നിലയ്ക്കലാണ്. പോൾ നിലയ്ക്കലിൻ്റെ വണ്ടികളിൽ പേരിലാക്കി കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. ഒരു സാധാ സാറിനറിയാം ഒരു രൂപതയിൽ നിന്നൊരു പുരോഹിതന് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതം ആ ഒരു ശമ്പളത്തിൽ നിൽക്കുന്നതല്ല. ഒരുപാട് അതിൽ തന്നെ ഉദാഹരണമല്ലേ, ഇപ്പം നമ്മുടെ തന്നെ എത്രയും ലക്ഷക്കണക്കിന് തട്ടി, നമ്മുടെ സ്വർണം തട്ടി, ഇതുപോലെ എത്രയോ ആളുകളുമായിട്ട് ഇവർക്ക് ബന്ധം കാണും, എത്രയോ പേരെ പറ്റിക്കുന്നുണ്ടാവും. അന്നേരം ഇവന്മാർ ഇത്തരത്തിലുള്ള ലൈഫായിരിക്കും. അന്നേരം സഭയ്ക്ക് എത്ര പരാതികൾ കൊടുത്തു? സഭയ്ക്ക് ഞാൻ ഡിസംബർ വരെയാണ് ഈ അച്ഛനെ അപമാനിക്കണമെന്നുള്ളത് ഭയങ്കര, അച്ഛനെ മാത്രമല്ല പള്ളിയിൽ ഇയാൾക്കെതിരെ കമ്മിറ്റിയിൽ എന്തോ അഭിപ്രായം പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ, അവന് എന്തോ ഒരു ഷോപ്പ് നടത്തുക. ആക്ച്വലി എനിക്കത് ആരാന്ന് പോലും അറിയില്ല. അവൻ്റെ ഷോപ്പിൽ ചെല്ലണം, സാധനങ്ങൾ വലിച്ചെറിയണം. അപ്പം ഇയാൾ ഭയങ്കര ഇപ്പം ഞാൻ പരാതി കൊടുത്തത് കൊണ്ട് എനിക്കറിയാം എന്നോട് പാമ്പിൻ്റെ പക പോലെ ഇയാൾ എപ്പോഴെങ്കിലും ഇത് വീട്ടും എന്നെനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ കാരണമാണ് ഈ ഇത് പുറത്തേക്ക് വന്നത്. പക്ഷെ മുന്നോട്ട് കൂടുതൽ സ്ത്രീകൾ വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ രൂപതയിൽ പരാതി കൊടുത്തപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയിലെ ഒരു പ്രമുഖനായ വക്കീൽ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ സഭയിൽ കൊടുത്ത് പുരോഹിതന്മാരെ സഭയിൽ കൊടുത്തത് വരെയൊക്കെ പുറത്തേക്ക് പരാതി കൊടുക്കരുത്. അദ്ദേഹത്തിന് അറിയേണ്ട 2 കാര്യം, നിങ്ങൾ മാത്രമാണോ വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ മുന്നോട്ട് പരാതികൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ആരാണെന്നൊന്ന്. അപ്പം അത് എന്നോട് പറഞ്ഞു ഞാൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ പോൾ നിലയ്ക്കലിനോടും ചോദിക്കാൻ പോകും, കാരണം ഒരു തികഞ്ഞൊരു കത്തോലിക്ക വിശ്വാസിയാണ്. അന്നേരം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിട്ടു. പിന്നെ ഞാൻ രൂപതയിലാണ് ബഹുമാനപ്പെട്ട രൂപത അധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയസിന് ജനുവരി 1st വീക്കിൽ ഞാൻ പരാതി കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിക്കാഞ്ഞത് കൊണ്ട് കത്തോലിക് ബാവ ക്ലിമിസ് കാത്തോലിക്ക ബാവയ്ക്ക് 20-ാം തീയതി 3-ാമത്തെ ആഴ്ച അദ്ദേഹത്തിന് അയച്ചു. അവിടുന്ന് എന്നെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട രൂപതയിൽ വിളിച്ചു. അവരെൻ്റെ പരാതി സ്വീകരിച്ചു. ഒരു അന്വേഷണ കമ്മിറ്റിയായിട്ട് അവിടുത്തെ പ്രൊക്യൂറേറ്ററും വികാരി ജനറലും ജുഡീഷ്യൽ വികാരും കൂടെ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും അവരെനിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് ബിഷപ്പിന് കൊടുത്തതും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തതും. ഇപ്പോൾ അയാൾ സസ്പെൻഷനിലാണ്. അയാൾ സസ്പെൻഷനിലാണ്. കുപ്പായം ഉരിപ്പിച്ച് സഭയിൽ നിന്ന് വിട്ടിട്ടില്ല, സസ്പെൻഷനിലാണ്. ഇയാള് മാനേജർ ആയിരുന്ന സ്കൂളിന്റെ അവസ്ഥ എന്താണ്? ഇയാൾക്ക് ആ പദവി ഉണ്ടോ? ഇല്ല. അവിടുന്ന് ഇയാളെ പുറത്താക്കി. ഇപ്പൊ ഇയാൾ എവിടാണ് നിലവില്? എനിക്കത് എക്സാക്ട് അറിഞ്ഞുകൂടാ. ഇപ്പൊ ജാമ്യത്തിൽ ആണ് എന്ന് മാത്രം അറിയാം. എന്തോ അയാളുടെ ജാമ്യവ്യവസ്ഥയിലെ കണ്ടീഷൻസ് എന്താണ്? 3 മാസത്തോളം ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഒപ്പിടണമെന്നാണ്. അപ്പം ഞാൻ ഇയാൾ ഈ പിക്ചറും വീഡിയോ എടുത്ത കാര്യം സ്റ്റേഷനിൽ പറഞ്ഞിരുന്നു. പക്ഷെ അവര് ഫോൺ ഇത് ചെയ്യുമോ ഞാൻ ചോദിച്ചു. പ്രത്യേകം ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, സാറേ ഇദ്ദേഹത്തിന്റെ ഫോൺ ചെക്ക് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നോക്കിയായിരുന്നു, അതിനകത്തൊന്നും കണ്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ അതെല്ലാം വെച്ചിട്ട് സ്റ്റേഷനിൽ വന്ന് ഫോണിൽ ഒരിക്കലും ഇതില്ല. അത് അദ്ദേഹത്തിന് 3 ഫോണുണ്ട്. അപ്പം ഇതിപ്പോ ഏതിലാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എന്നെ ജസ്റ്റ് ഞാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അതിപ്പം ഞാൻ 2025 ഒരു ചാറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്, അച്ഛാ ഫോട്ടോസ് വേറെ ആർക്കും ഇത് ചെയ്ത് എന്നെ അപമാനിക്കരുത്, എനിക്ക് മുന്നോട്ട് പിന്നെ ഒരു രീതിയിലും പറ്റില്ല എന്ന്. അപ്പം ഇയാൾ അതിന് റിപ്ലൈ തന്നിരിക്കുന്നതും സ്ക്രീൻഷോട്ട് അങ്ങനെ കിട്ടുമ്പോൾ മറ്റച്ഛന്മാർ വിളിച്ചോടുകയാണ്. അതുൾപ്പെടെയാണ് ഞാൻ. അതായത് ഇയാള് ശരിക്കും ആ ഒരു ഇന്റൻഷനോട് കൂടി, അതായത് ഇത്തരം ഫോട്ടോകൾ എടുത്ത് വരുതിയിൽ നിർത്തുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അയാളത് ചെയ്തേക്കുന്നത്.
സസ്പെൻഷൻ കഴിഞ്ഞിട്ട് പുറത്തു നിന്നുള്ള ആൾക്കാരെ വെച്ച് സേഫ് എൻവയോൺമെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു രൂപീകരിച്ചിട്ടുണ്ട്. അത് പുരോഹിതന്മാരുടെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പുറത്തു നിന്നുള്ള ഒരു അഡ്വക്കേറ്റ്, ഒരു സിസ്റ്റർ, വേറെ ഏതോ ഒരു സെക്ഷനിലുള്ള ഒരു മാഡം. ഇത് സഭയുടെ തന്നെ ഒരു മെക്കാനിസമാണ്. അതെ, കാരണം സഭയല്ല ചെയ്തത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പുറത്തുനിന്നുള്ള ആളെയും കൂടെ. അതെനിക്ക് ഫീൽ ചെയ്ത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യം ഇവരെന്നെ സിറ്റിങ്ങിന് വിളിച്ച് എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചപ്പോൾ വാട്സപ്പിൽ ഞാൻ ബിഷപ്പിന് മെസ്സേജ് അയച്ചിരുന്നു, എനിക്കും റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പിൻ്റെ സെക്രട്ടറി എനിക്ക് റിപ്ലൈ തന്നത് ബിഷപ്പിന് മാത്രമേ ആ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സാറേ, ഞാനാണ് പെറ്റീഷണർ, ഞാനാണ് മൊഴി കൊടുത്തത്, ഞാൻ അവിടെ ഒരു പരാതി കൊടുത്തത് കൊണ്ടാണ് അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചതും മൊഴിയെടുത്തതും. അപ്പൊ അതിന്റെ റിപ്പോർട്ട് എനിക്കെങ്കിലും തരണ്ട, എന്നെ വിളിച്ച് പറയാമല്ലോ. അപ്പോൾ അല്ല, അതൊക്കെയാണ് ഞങ്ങളുടെ മെക്കാനിസം. കാരണം ഞങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾ നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ സുഭദ്രാമയും ഞാനും ശിങ്കടികളും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഉടായിപ്പ് കമ്മിറ്റി. കാരണം എന്താ, ഞങ്ങൾ സഭ അന്വേഷണ എൻക്വയറി കമ്മീഷനെ വെച്ചു, പല സിറ്റിംഗ് നടത്തി, നാളെ ഒരു ഇഷ്യൂ വന്നാൽ ഇതൊക്കെ അവർ ടേക്ക് കെയർ ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള വെറും പ്രഹസനം മാത്രമാണ് നമുക്കത്. അത് ഏത് പൊട്ടനും കണ്ടാലും മനസ്സിലാകുന്ന വെറും പ്രഹസനമാണ്. അതിന്റെ മേലെ ഒന്നും നടന്നില്ലല്ലോ, ഒന്നും നടന്നില്ല. ഇത് നാമം മാത്രമായിട്ട് അവനെ എവിടെങ്കിലും ഈ പറഞ്ഞ പോലെ അവന് ഉല്ലാസയാത്രയ്ക്ക് ഇവന്മാർ 2-3 മാസത്തേക്ക് വിടും. അവൻ പുതിയ മേച്ചിൽപ്പുറം കയറി കറങ്ങി വരും, എന്നിട്ട് ഏതെങ്കിലും അടുത്തൊരു ഇടവ് കൊടുക്കും, അവനവിടെ ഇത് പോകും. ശക്തമായിട്ട് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. കാരണം എൻ്റെ ലൈഫ് പോയി, എൻ്റെ ലൈഫിൽ ഇത്രയും നഷ്ടങ്ങൾ ഒരു പുരോഹിതൻ കാരണം ഉണ്ടായത്. ആ പൗരോഹിത്യത്തിലേക്ക് വീണ്ടും ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോ. എൻ്റെ കൂടെ ആരുമില്ല എങ്കിൽ പോലും. പക്ഷെ ബിഷപ്പിന് ഞാൻ അയച്ച എല്ലാ മെസ്സേജിലും അദ്ദേഹം പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീതി നിനക്ക് ലഭിക്കും, കാനൂനികമായിട്ടുള്ള ആ നീതി എനിക്ക് ലഭിക്കണം. എനിക്ക് നമ്മളുടെ ശരിക്ക് ആവശ്യം എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് അപഹരിച്ച പൈസയും മറ്റു കാര്യങ്ങളും എനിക്ക് തിരിച്ചു വേണം. അത് ഒന്നാമത്തേത്. ഇതിനി മുമ്പോട്ട് എന്നെ പോലൊരു വിക്ടീം ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് നിരവധി സ്ത്രീകളും ഇദ്ദേഹത്തിന് ബന്ധമുള്ള സ്ത്രീകളെ കൂട്ടി ഇദ്ദേഹം എനിക്കെതിരെ പല കള്ളക്കേസുകൾ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്നെ എങ്ങനെയെങ്കിലും കുടുക്കണം, അവളെ അകത്തിടണം, ഇദ്ദേഹം പലരോടും ആവശ്യപ്പെടുന്ന. അങ്ങനെ കള്ളക്കേസുകൾ എന്നെ അകത്താക്കുന്നതിന് മുമ്പ് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് സാറിനെ ഞാൻ കോണ്ടാക്ട്. സാറിന് അറിയാം, എന്നോട് പലരും ചോദിച്ചു ഈ i2i ന്യൂസിന് ഈ ന്യൂസ് കിട്ടിയില്ലേ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് പറയാം എന്ന്. ഇനിയും പൗരോഹിത്യത്തിൽ നിന്നിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്യും. ഈ പാതിരിക്ക് ഈ i2i ന്യൂസിൽ അല്ലെ ഇത് കൊടുക്കുക, അല്ലെ അങ്ങനെ കേട്ടോ അയാളുടെ എന്തെങ്കിലും റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അടി ഉപദ്രവം ഒക്കെ ഉണ്ടായ സമയത്ത് ഇയാൾ പറയുന്നുണ്ടായിരുന്നു i2i ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്ന്. കാരണം ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇയാളോട് വിരോധമുള്ള വ്യക്തികളാണ്. അവിടെ ഒരു ലോക്കൽ ചാനലിലും ഇതേ ന്യൂസ് ഇട്ട സമയത്ത് ആ വ്യക്തി പറഞ്ഞിരുന്നു, മീൻസ് ആ സാറ് പറഞ്ഞിരുന്നു, ഞാൻ ആ ന്യൂസ് ഇട്ടപ്പോൾ മുതൽ സ്ത്രീകൾ വിളിച്ച് കരയുവാണ്, അച്ഛൻ്റെ ന്യൂസ് മാറ്റുക, അച്ഛൻ അങ്ങനെ ചെയ്യില്ല. 10 മണി വരെ. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവാണ് വിളിച്ചത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ന്യൂസ് കിട്ടിയെന്ന രീതിയിൽ. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു 10 മണി ഇതുവരെ ഞാനൊരു ന്യൂസ് ഇട്ടിട്ട് ഇത്രയും എന്നെ പ്രഷർ ചെയ്തിട്ടില്ല ഈ ന്യൂസ് മാറ്റാൻ. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട ന്യൂസ് മാറ്റില്ല, ഞാൻ FIR കിട്ടി, ഞാൻ ഡയറക്റ്റ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. 10 മണി കഴിഞ്ഞ് ഇയാൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു. അത്രമാത്രം പ്രഷർ ചെയ്ത് സ്ത്രീകൾ, മെജോറിറ്റിയും സ്ത്രീകളാണ് വിളിച്ച് അച്ഛൻ്റെ കുർബാന നല്ലതാണ്, അച്ഛൻ്റെ പാട്ട് നല്ലതായിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഒരു പുരോഹിതൻ തെറ്റ് ചെയ്യില്ല എന്ന് വിധിക്കാൻ കഴിയുമോ? അത് ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് ഇപ്പോഴും സ്ത്രീകളാണ് കൂടുതൽ. അവരുടെ നാട്ടിലുള്ള ഒരു ലേഡി ഒരു കമന്റിലൂടെ പറഞ്ഞു, ഇതിപ്പോ ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന്. ഇങ്ങനെ പലരും, ഇതാണ് ഒരു ശരാശരി ഒരു മൊണ്ണ വിശ്വാസിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വളരെ വിശദമായി ഈ പോൾ നിലയ്ക്കൽ എന്ന് പറയുന്ന മലങ്കര കത്തോലിക്ക സഭയിലെ ഈ പാതിരി പാമ്പിനെ കുറിച്ചുള്ള അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങളാണ് ഈ സഹോദരി പങ്കുവച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകും. ഇയാൾ ഏത് തരക്കാരനായിട്ടുള്ളൊരു പാതിരിയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് എല്ലാ ഇടവുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും പരാതിയാകുന്നില്ല, പുറത്തു വരുന്നില്ല എന്ന് കൊണ്ട് മാത്രം പലതും പല സ്കെയിലിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ തന്നെ സിമിലറായിട്ടുള്ള രീതിയിൽ കുമ്പസാരം നടത്തി വിവരങ്ങൾ അറിഞ്ഞ് ചൂഷണം ചെയ്യുന്നു. അത് മറ്റ് പുരോഹിതന്മാർക്ക് വിവരം പാസ് ചെയ്ത് അന്നേരം ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ആ കേസ് നമുക്കറിയാം. ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല.
എത്രയോ വർഷമായി. അവന്മാർ ഇന്നും സഭയുടെ ഓരോരോ ഭദ്രാസനങ്ങളിൽ ഓരോരോ പദവികളിൽ ഇരിക്കുന്നു, കൃത്യമായ ശമ്പളം വാങ്ങുന്നു, ഇതേ പണിയുമായി പോകുന്നു. അതുകൊണ്ട് ഈ ക്രൈസ്തവ സഭകളിലെ ഈ കൂദാശ കുർബാന തൊപ്പി തൊഴിലാളികൾ സ്വന്തം ആടുകളെ തന്നെയാണ് ഇവന്മാർ തിന്നുകയും ചിതറിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞ പണിയാണ് ഈ മുണ്ണവിശ്വാസികൾ ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇവന്മാരെ ഈ ആവാസന്മാരായിട്ട് നടന്ന വീട്ടിലും നാട്ടിലും കൊള്ളാൻ നടന്ന ഈ അലവലാദികളെ ഒരു നൈറ്റി ഇടിപ്പിച്ച് ഇവനൊക്കെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് പറഞ്ഞ് ഓരോ ഇടവകളിൽ വന്ന് നിങ്ങൾ ഇവന്മാരെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് പറഞ്ഞ് ഇവന്മാർ അടുത്തേക്ക് ചെല്ലുകയും നിങ്ങളുടെ അവസ്ഥയെ, നിങ്ങളുടെ മാനസികാവസ്ഥയെ, നിങ്ങളുടെ ഏത് എലമെൻറ്റിനെയാണ് ചൂഷണം ചെയ്യേണ്ടത് എന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ ചെലന്തി വലകെട്ടിയിരിക്കുന്ന പോലുള്ള ഈ ചെന്നായ്ക്കൾ അവർക്ക് ഏറെക്കത്ത രീതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റും. അമ്മാർ അത് ചെയ്യും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ പരാതി കൊടുത്തിട്ടോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇവന്മാർ അത്രത്തോളം പ്രബലരാശക്തരാണ്. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ ഉണ്ടാക്കി, ഒരു പാരലൽ സിസ്റ്റം തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് ഈ സഭകൾ. ഇവന്മാർക്കെതിരെ ഇവിടുത്തെ ഒരു സിസ്റ്റവും ചലിക്കത്തില്ല. ആ പരാതി കൊടുക്കുന്നവരെ ഇവന്മാർ ഇല്ലാതാക്കും, നാറ്റിക്കും. നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സിസ്റ്റർ അഭയുടെ ഇഷ്യൂ തന്നെ നോക്കുക. എത്ര വർഷം, 29 വർഷം കേസ് നടത്തി, ഏതാണ്ട് 500 കോടിയിൽ പരം രൂപ ഇപ്രകാരം ഒരു നാറിയ കേസിന് വേണ്ടി സഭ മുടക്കി. എന്നിട്ട് എന്തായി? അന്നേരം ഇതുപോലുള്ള 100 കണക്കിന് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പഠിക്കത്തില്ല. അന്നേരം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ ഈ അലവലാദികളുടെ ഈ ആവാസ പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. പാമ്പും കൂട്ടത്തിനിടയ്ക്ക് നല്ല പാമ്പും ചീത്ത പാമ്പും ഉണ്ടോ? ഇപ്പോൾ വിശ്വാസികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്ത് നല്ല ആളുകൾ ഉണ്ടെന്ന് പറയാം. പക്ഷെ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് ഈ വിഷപ്പാമ്പുകളുടെ ഇടയിൽ നല്ല പാമ്പോ ചീത്തപ്പാമ്പോ ഉണ്ടോ? എല്ലാം വെനമസ് ക്രീച്ചേഴ്സാണ്. ഇത് അവസരം വന്നാൽ നമ്മളെ കൊത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പരമാവധി ഇത്തരം ഈ മാമോൻ സഭകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ പൈശാചിക കൂദാശ കുർബാന തൊപ്പി തൊഴിലാളികളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് നിങ്ങളുടെ ജീവിതം പോകും. യാതൊരു കാരണവശാലും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ വരുമ്പോൾ ഇവന്മാരെ ഒരു മിഡിൽ മാനായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഇവന്മാർ ചൂഷണം ചെയ്യും. എവിടെ ഒരു ഗ്യാപ്പ് കിട്ടും ഇവന്മാരവിടെ നുഴഞ്ഞു കയറും. ആ കുടുംബം കലക്കും, ആ വ്യക്തിജീവിതം നശിപ്പിക്കും. അവസാനം ഇതിൻ്റെ വിക്ടിം എന്ന് പറയുന്നത് നമ്മൾ മാത്രമായിരിക്കും. നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാകത്തില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇപ്രകാരം ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. തൻ്റെ ഇടപൂർവ്വം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും കുടുംബക്കാരും നാട്ടുകാരും സമൂഹവും ഇടവകക്കാരും സകലരും ഒറ്റപ്പെടുത്തിയിട്ടും ഇത്രത്തോളം പിടിച്ചു നിൽക്കുന്ന ഇവനെതിരെ, ഈ തെമ്മാടിക്കെതിരെ അറ്റ്ലീസ്റ്റ് ഒരു പരാതി കൊടുത്ത് ഇവനെ സ്റ്റേഷനിൽ കയറ്റിച്ച, ഇവനെ ഇവൻ്റെ കൂദാശപ്പണിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിച്ച് വീട്ടിലിരുത്തിയ ഈ ആഭാസൻ മാനേജരായിരുന്ന ആ സ്കൂളിലെ അവസ്ഥ നോക്കുക. ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്ന് ഓർത്ത് നോക്കുക. അന്നേരം ഇതുപോലുള്ള ഒരു പെർവേർട്ടിനെ വീട്ടിലിരുത്തിയ ഈ സഹോദരിക്ക് നമുക്ക് ആദ്യമേ തന്നെ ഒരു അഭിനന്ദനം കൊടുക്കാം. i2 ന്യൂസിലേക്ക് ഇവർ വന്നത് ഈ സത്യം ലോകം അറിയും. ഇവരെ ഏതെങ്കിലും തരത്തിൽ കുടുക്കി അകത്തിടുവാനുമായിട്ട് ഇവൻ്റെ ഈ നാറിയ സഭയും ഇവനും ശ്രമിക്കും. പക്ഷേ ഈ സത്യം പുറലോകം അറിയണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ആ വിശ്വാസത്തോടു കൂടി i2 ന്യൂസിലേക്ക് ഒരു വന്നു. അന്നേരം ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുകയാണ്. യാതൊരു എഡിറ്റിങ്ങും കൂടാതെ, യാതൊരു ഏച്ചുകെട്ടലോ വെച്ചുകെട്ടലോ ഇല്ലാതെ അവർ പറഞ്ഞ സത്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഇത് ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. അതുപോലെ ഈ സത്യങ്ങൾ, താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് തുറന്നു പറയുവാൻ മുന്നോട്ട് വന്ന, ഇവനെ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുവാൻ ധൈര്യം കാണിച്ച ഈ സഹോദരിയെ അഭിനന്ദിക്കുന്നു. i2 ന്യൂസിലേക്ക് വന്നതിന് നന്ദി. ഞങ്ങളെ ശ്രമിച്ചതിന് നന്ദി. നമസ്കാരം. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.